ഒരു ടെറേനിൽ തന്നെ ആയിക്കൊള്ളൊരു പടമാണ് വടക്ക് നോക്കിയന്ത്രം. അതായത് നായകൻ ആക്ച്വലി കുറച്ച് ക്ലൂലെസ് ആണ്, എന്താണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഇമ്മീഡിയറ്റ് ഒരു കല്യാണം സെറ്റാവണതാണ്. അപ്പോൾ അതുമായിട്ട് പുള്ളി പ്രിപ്പേർഡ് അല്ല. അപ്പോൾ ഈ വടക്ക് നോക്കിയന്ത്രം തുടങ്ങണ അതേ ഫോമാറ്റിൽ തന്നെയാണ് നമ്മളും തുടങ്ങണത്. 8 മാസത്തെ ഒരു ദാമ്പത്യത്തിൻ്റെ കഥയോ അങ്ങനെയൊന്നുമല്ല, ഒരു 2 ദിവസത്തിൻ്റെ ഒരു ടോട്ടൽ 2 ദിവസത്തെ കഥ, 1.5 ദിവസം അങ്ങനെ എന്തോ ഉള്ളൊരു കഥയാണ്. കല്യാണത്തിന് തുടങ്ങി ദിവസം വെളുപ്പിന് തീർന്ന് കലാശക്കൊട്ടെന്നുള്ള രീതിയിൽ ക്ലൈമാക്സിലോട്ട് എത്തി, പിന്നെ ഒരു ടൈലൻഡ് പോലെ അങ്ങനെ വന്നൊരു പരിപാടിയാണ്. മന്ദാകിനി ആക്ച്വലി ഒരു ജനറൽ ഓഡിയൻസിന് തന്നെയാണ്. അത് ടീനേജ് അങ്ങനത്തെ ആ ഒരു ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഹോൾ ചെറിയ കുട്ടികൾ തുടങ്ങി ആ റേഞ്ച് വരെയുള്ള റിട്ടയർഡ് ആയിട്ടുള്ള ആളുകൾക്ക് വരെയും കാണാൻ പറ്റുന്ന, കാരണം എല്ലാവരെയും റെപ്രസെൻ്റ് ചെയ്യണ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കാരണം ഹോൾ ആ ഗ്രൂപ്പിനെയാണ് ടാർഗറ്റ് ചെയ്തേക്കുന്നത്. ചെയ്യാൻ പ്രോപ്പറായിട്ട് അറിയാവുന്നത് ഹ്യൂമറാണ്. അതെനിക്ക്, ഞാൻ ആസ് എ ഡയറക്ടർ എനിക്ക് എല്ലാ ജോണേഴ്സും ചെയ്യണമെന്നുണ്ട്, പക്ഷേ എൻ്റെ ലെയർ ഹ്യൂമർ ഉണ്ടാവും. ഈവൻ ക്രൈം ചെയ്ത് കഴിഞ്ഞാലും ക്രൈം കോമഡി ആയിരിക്കും. ഫാദായിട്ട് ആക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞ ഈ ആക്ടേഴ്സ് ഇംപ്രൂവൈസേഷൻ പരിപാടി ഉണ്ടല്ലോ, അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാലും പുള്ളി ടേക്കിൽ വേറെ സാധനമായിരിക്കും. അന്നേ ലാൽ സാറിന് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് സൗണ്ടിൽ ട്രോൾ ചെയ്ത് ആ പടത്തിൽ തന്നെയാണ് തോന്നുന്നുണ്ട്. അപ്പോൾ അതിനുശേഷമുള്ള ഇപ്പോൾ മിമിക്രിയിൽ തന്നെ കയറി വന്നത്. അൽതാഫ് സലീമാണ് ക്യൂ സ്റ്റുഡിയോയിൽ. അൽതാഫ്, സ്വാഗതം. നമസ്കാരം. മന്ദാകിനി വരാനിരിക്കുകയാണ്. ഒരു കേട്ടെടുത്തോളം അതൊരു ഫൺ റൈഡ് പോലുള്ളൊരു സിനിമയാണെന്ന് വിചാരിക്കുന്നത്. ഇപ്പം അൽതാഫ്, ഞാൻ അൽതാഫിൻ്റെ ക്യാരക്ടർ ഉള്ള സിനിമ കാണുന്ന സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ചിരിയിൽ പെട്ടു പോകുന്നൊരു പെർഫോമൻസ് ആണ്. ഇപ്പം അൽതാഫ് പല സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് വൂഡി അലനാണ് ഫേവറേറ്റ് ഫിലിം മേക്കറിന്. വൂഡി അലനെ കുറിച്ച് ക്രിട്ടിക്സ് ഒക്കെ ഭയങ്കര പ്രധാനമായിട്ട് പറയുന്നത് ഫിലോസഫിക്കൽ കൊമേഡി എന്നൊക്കെയാണ്. ശരിക്ക് ഈ പെർഫോമർ എന്നൊക്കെയുള്ള രീതിയിൽ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു ടേക്ക് അവേ ഉണ്ടോ വൂഡി അലനൊക്കെ? ഇല്ല, എനിക്ക് ഇവിടെ ഞാൻ ആക്ച്വലി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ശ്രീനി സാറാണ് ഇവിടുത്തെ. എനിക്ക് ശ്രീനി സാറിൻ്റെയാണ് ഒരു വർക്ക് ആയേക്കണത്. നമുക്ക് എന്തെങ്കിലുമൊക്കെ റെഫർ ചെയ്യണമെങ്കിൽ ശ്രീനി സാറിൻ്റെ സംഭവം ഇരിക്കും കുറച്ചുകൂടി. വുഡിയിൽ നമുക്ക് അവിടെ നിന്ന് വെസ്റ്റേൺ ഇതിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാം. ചില സാധനങ്ങളൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും, പക്ഷേ പ്രോപ്പറായിട്ട് സാറ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു പാഠപുസ്തകം ഉണ്ടല്ലോ, അതിൽ നിന്ന് എടുക്ക് പേജൊക്കെ മറിച്ച് നോക്കും. ഇത് ഇങ്ങനെ ഈ സീൻ ഇങ്ങനെ പിടിച്ചാൽ ചിലപ്പോൾ രസമായിരിക്കും എന്നൊക്കെയുള്ള. ശ്രീനി സാറാണ് മെയിനായിട്ട് ഇൻസ്പയർ ചെയ്തേക്കുന്നത്. മന്ദാകിനി എന്ത് സ്വഭാവത്തിലുള്ളതാ സിനിമ? മന്ദാകിനി ആക്ച്വലി ഒരു ഫൺ മൂവിയാണ്. അത് ഒരു ഇൻസിഡൻറ്റിനെ ചുറ്റിപ്പറ്റി ഒരു ദിവസത്തെ പരിപാടിയാണ് മെയിനായിട്ട്. അതിൻ്റെ മെജോറിറ്റി ഓഫ് സീൻസ് പോണത് ഒരു ദിവസത്തെ ഒരു പരിപാടിയാണ്. അതിൽ ഒരു ഫൺ രീതിയിൽ ഒരു കല്യാണത്തിൽ നിന്ന് തുടങ്ങിയിട്ട് ഒരു ഡ്രമാറ്റിക് ഒരു ഇൻസിഡൻറ്റ് വരും. അതിൽ നിന്ന് മൊത്തത്തിൽ ഷിഫ്റ്റ് ചെയ്തിട്ട് പക്ഷേ ഫൺ രീതിയിൽ തന്നെ അത് എൻഡ് ചെയ്യണ പോലത്തെ ഒരു ഫണ്ണുണ്ട്. ചെറിയ ട്രാവൽ പരിപാടി ഉണ്ട്. ട്രാവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്തിൻ എറണാകുളം ഇതിൽ തന്നെയൊക്കെയുള്ള പരിപാടിയാണ്, പക്ഷെ അതിനൊരു രസമുണ്ട്. അങ്ങനത്തെ ഒരു എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ മലയാളത്തിൽ ഈ പറഞ്ഞ ലീഡ് ആക്ടർ ചെയ്യുന്ന ഇപ്പം ബേസിലാണെങ്കിലും അല്ലെങ്കിൽ വിനീതൊക്കെയുള്ള പലരെയും നോക്കിക്കഴിഞ്ഞാൽ, ദിലീഷൊക്കെ ഉള്ള ആളുകൾ നോക്കിക്കഴിഞ്ഞാൽ അവർ ശരിക്കും ആക്ടർ എന്നുള്ള രീതിയിൽ ഒരു ആക്സിഡൻ്റൽ ആക്ടറും അവരുടെ ഒരു ആദ്യ തട്ടകം അല്ലെങ്കിൽ ആദ്യ പ്രയോറിറ്റി ഫിലിം മേക്കിംഗ് തന്നെയായിട്ട് വന്നതാണ്. പക്ഷെ നമ്മളിപ്പം ഞണ്ടുകൾ കഴിഞ്ഞിട്ട് വലിയ ഗ്യാപ്പ് കാണുന്നുണ്ട്. അതിനുശേഷം അൽതാഫിനെ ചെയ്ത ഇപ്പം പാച്ചു അടക്കമുള്ള സിനിമ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര എൻ്റർടൈനർ, ഒരു ക്ലീൻ എൻ്റർടൈനർ പെർഫോമർ എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഈ സിനിമയൊക്കെ സെലക്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഹ്യൂമറാണോ അല്ലെങ്കിൽ ടോട്ടാലിറ്റി ആണോ, എന്ത് വെച്ചിട്ടാണ് സിനിമയൊക്കെ എടുക്കുക? ആദ്യം കഥ നോക്കും, പിന്നെ അത് നമുക്ക് ഒരു കോൺഫിഡൻസ് വേണമല്ലോ ഇത് പുള്ള് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഇപ്പോൾ ഹ്യൂമർ ആക്ച്വലി എനിക്ക് വലിയ പ്രയാസമൊന്നുമില്ല, അങ്ങനെ തന്നെ അങ്ങോട്ട് വന്നോളും. പിന്നെ ഈ സ്ലാങ് മാറ്റുമ്പോഴോ അല്ലെങ്കിൽ വേറൊരു കൾച്ചറിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പം ഈ ഭാഗത്തൊക്കെയാണ് ഈ ഓക്കെയാണ്. ആലുവ, എറണാകുളം, തൃശ്ശൂർ ഈ ഭാഗത്തൊക്കെയാണ് ഓക്കെയാണ്. എനിക്ക് കണ്ണൂർ അങ്ങോട്ടൊക്കെ പോകുമ്പോഴാണ് നമ്മൾ ഈ സ്ലാങ് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതിന് ബോഡി ലാംഗ്വേജിൻ്റെ അല്ല, എനിക്ക് കുറച്ചുകൂടി എനിക്ക് ഇംപ്രൂവൈസ് ചെയ്തിട്ട് ആക്ട് ചെയ്യാനാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം. ഈ റിട്ടേൺ സാധനങ്ങൾ നമ്മൾ അവരങ്ങനെ തന്നെ പറയണമെന്ന് പറഞ്ഞാൽ പറയും, അല്ലെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമ്മൾ അതിൻ്റെ അകത്തൊന്നും കൂടി ഇറങ്ങിച്ചെന്ന് ഹ്യൂമർ ചെയ്യുമ്പോൾ എപ്പോഴും ഇങ്ങനെ
ബ്ലോക്ക് വരരുത്, അത് ഫ്ലെക്സിബിളായിട്ട് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ അത് അടിച്ച് നിൽക്കും അങ്ങനെ. അപ്പോൾ അത് കാരണം ആദ്യം ഞാൻ നോക്കും പുള്ളി ചെയ്യാൻ പറ്റുമെന്ന് നോക്കും, പുള്ളി ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം കൈ കൊടുക്കുള്ളൂ. ഈ ഹ്യൂമറിന്റെ കാര്യം ചോദിക്കുമ്പോഴേ ഇപ്പം ആളുകളെല്ലാം പറയുന്നതാണ് അത്. ഇപ്പം യോധയിലെ സീനിനെ കുറിച്ച് എപ്പോഴും സംഗീത് ശിവനോട് ചോദിച്ചാൽ പറയാറുണ്ട് അത് അതിൽ പല പ്രയോഗങ്ങളും അത് മോഹൻലാൽ കൈന്നിട്ടാണ്, അത് അല്ലെ ജഗതി കൈന്നിട്ടാണെന്നൊക്കെ. ഇപ്പോൾ സ്വാഭാവികമായിട്ടും അൽത്താഫിനെ കുറിച്ച് പറയുമ്പോഴും ടെക്നീഷ്യൻസ് പറയുന്നതാണ് അൽത്താഫ് കുറേ ഇംപ്രൂവൈസ്ഡ് ആയിട്ട് ഈ കൗണ്ടർ ചിലപ്പോൾ അൽത്താഫിൻ്റെ തന്നെ ഒരു ലൈവ് കോൺട്രിബ്യൂഷൻ ആയിരിക്കും, അങ്ങനെ കുറേ അങ്ങനെ പിന്നെ ഒരു ഇംപ്രൂവൈസ്ഡ് വേർഷനാണ് പലപ്പോഴും വരുന്നത്, സ്ക്രിപ്റ്റ് അല്ല എന്നുള്ളത്. ശരിക്കും നമ്മളിപ്പോൾ ലൊക്കേഷനിലേക്ക് പോകുന്നു, നമ്മുടെ മൂഡ് ഭയങ്കര ഒരു ഹ്യൂമർ ചെയ്യാൻ പറ്റുന്ന മൂഡ് അല്ലെങ്കിൽ പോലും നമ്മളുടെ കോൺട്രിബ്യൂഷൻ എങ്ങനെയാണ് വരിക, എങ്ങനെയാണ് ഈ ലൈവായിട്ട് ഇത് ഈ ആക്ഷൻ സംഭവിക്കുന്നത്? ഇല്ല, ഞാൻ ആദ്യം ചോദിക്കും, വേറൊരാളുടെ സിനിമയാണ്, വേറൊരാളുടെ വിഷനാണ്, വേറെ ആൾ എഴുതിയേക്കുന്നതാണ്, അപ്പോൾ എനിക്ക് അതിൽ ഇടപെടാമോ അതോ നിങ്ങൾക്ക് റിട്ടേൺ ഫിക്സ് ചെയ്തേക്കുന്ന സാധനം തന്നെ പറയണമെന്ന് ചോദിക്കും. അപ്പോൾ ഫിക്സ് ചെയ്തേക്കണത് തന്നെ പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൽ വേറെ ഇമ്പ്രൂവൈസേഷൻ ഉണ്ട്, നമ്മളത് കാണാതെ പഠിച്ച് നമ്മളാവുന്ന രീതിയിൽ നമ്മൾ പെർഫോം ചെയ്യുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തു, അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കൗട്ട് ആയാൽ മതി, ഹ്യൂമർ ജനറേറ്റ് ചെയ്ത് വന്നാൽ മതി എന്നുള്ള പരിപാടിയാണെങ്കിൽ നമ്മൾ അതിലിരുന്ന് നോക്കിയിട്ട്, ഞാൻ ഒറ്റക്കല്ല കോ ആക്ടേഴ്സും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ്, എനിക്ക് ഒറ്റക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ പറയണതിന് അവരും റെസ്പോണ്ട് ചെയ്യണമല്ലോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടി ചിലപ്പോൾ ചില സമയത്ത് അത് സ്പോണ്ടേനിയസ് ആയിട്ട് ഇങ്ങനെ വരും, അത് എനിക്ക് തോന്നുന്നു ഇൻബിൽറ്റായിട്ട് ആ പരിപാടി ഇങ്ങനെ കൗണ്ടേഴ്സ് ഇങ്ങനെ വന്നോളും. അത് മാച്ച് ആവില്ല എന്നുള്ളത് അവരാ പറയേണ്ടത്, കാരണം ഈ നമ്മൾ അഭിനയിക്കുമ്പോൾ ബിഫോറും ആഫ്റ്ററൊന്നും നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല, കറണ്ട് സീനായിരിക്കും എടുക്കണത്. അപ്പോൾ നമുക്ക് വായി തോന്നിയ കൗണ്ടേഴ്സ് ഒന്നും ഇടാൻ പറ്റില്ല, കഥ ചിലപ്പോൾ മാറിപ്പോയി. അപ്പോൾ അത് അവരുടെ കൺട്രോളിൽ നമ്മൾ ഇംപ്രൂവൈസ് ചെയ്യും, സ്റ്റോറി വേൾഡിനകത്ത് ഫിറ്റ് ആവുന്നുള്ള രീതിയിൽ അവരുടെ പെർമിഷനിൽ, വിത്ത് ഡയറക്ടേഴ്സ് പെർമിഷനിൽ നമ്മളത് ഇംപ്രൂവൈസ് ചെയ്യും. അല്ലാതെ വെറുതെ കയറിയിട്ട് ഞാൻ അന്ന് ഇംപ്രൂവൈസ് ചെയ്യാൻ വന്നേക്കും ചെയ്യാറില്ല. ഈ മന്ദാകിനി എന്നുള്ള ടൈറ്റിലാണെങ്കിൽ ഭയങ്കര ഒരു നമുക്ക് പെട്ടെന്നൊരു ഹ്യൂമർ, അല്ലെങ്കിൽ അതിന്റെ പ്ലേസ്മെന്റ് ഒക്കെ ആയിട്ട് ഹ്യൂമർ ഉണ്ടല്ലോ. ഇപ്പം അൽത്താഫ് റിപ്പീറ്റ് ചെയ്യുന്ന പടമാണ് വടക്ക് നൗകേന്ദ്രം, ശ്രീനിയേട്ടന്റെ റെഫറൻസ് പറഞ്ഞുകൊണ്ടാണ്. എനിക്കൊന്ന് അൽത്താഫിന്റെ ചില ക്യാരക്ടർ വരുമ്പോഴും ശ്രീനിയേട്ടൻ സ്റ്റേജ് ചെയ്യുന്ന രീതിയൊക്കെ പറയാറുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു ക്യാരക്ടർ ആർക്ക്, അല്ലെങ്കിൽ ഇതിന്റെ ഒരു ക്യാരക്ടറിന്റെ പിടുത്തം എങ്ങനെയായിരുന്നു? ആക്ച്വലി ആ ഒരു ടെറേനിൽ തന്നെയൊക്കെയുള്ളൊരു പടമാണ് വടക്ക് നോക്കേന്ദ്ര. അതായത് നായകൻ ആക്ച്വലി കുറച്ച് ക്ലൂലെസ് ആണ്, എന്താണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഇമ്മീഡിയറ്റ് ഒരു കല്യാണം സെറ്റാവണതാണ്. അപ്പോൾ അതുമായിട്ട് പുള്ളി പ്രിപ്പേർഡ് അല്ല. അപ്പോൾ ഈ വടക്ക് നോക്കേന്ദ്രം തുടങ്ങണ അതേ ഫോമാറ്റിൽ തന്നെയാണ് നമ്മളും തുടങ്ങണത്. പ്രിപ്പേർഡ് അല്ല ആള്, പക്ഷെ കല്യാണമായി അടുത്ത്. അപ്പോൾ മീറ്റർ തന്നെയാണ് ആക്ച്വലി ഈ ക്യാരക്ടറിൻ്റെ പ്രൊട്ടാഗണിസ്റ്റ്, മീൻസ് എൻ്റെ ക്യാരക്ടറിൻ്റെ മീറ്റർ ശരിക്കും സെയിം വടക്ക് നോക്കേന്ദ്രത്തിൽ മീറ്റർ തന്നെയാണ്. കല്യാണം അടുത്തെത്തി, പക്ഷെ ക്ലൂലെസ് ആണ്, എന്ത് ചെയ്യണമെന്ന് അറിയില്ല, പുള്ളി പ്രിപ്പേർഡ് അല്ല. എന്നിട്ട് പ്രിപ്പേർഡ് ആവാതെ കല്യാണം തുടങ്ങുന്നു, പിന്നെ അതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോമഡികളും പരിപാടികളാണ് പോകുന്നത്. ഈ ഇത് പറഞ്ഞല്ലേ ഇപ്പൊ ഓൺ സ്ക്രീൻ ഓൺ ക്യാമറ ഇംപ്രവൈസ് ചെയ്യുന്നു, ഹ്യൂമർ ഇടുന്നു, കയ്യിൽ നിന്നിടുന്നു എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടല്ലോ. ശരിക്കും അപ്പം ഹ്യൂമർ എന്ന് പറഞ്ഞാൽ ഒരു കളക്റ്റീവ് പരിപാടിയായിട്ടാണല്ലോ വരുന്നത്. ഇപ്പൊ തിയേറ്ററിലെ ആളുകൾ ഒരാർത്ത് ചിരിക്കുന്ന, ത്രൂ ഔട്ട് ചിരിക്കുന്ന സിനിമകൾ ഭയങ്കര കുറവാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പോസ്റ്റ് കോവിഡ് ഒക്കെ കുറച്ചുകൂടി ക്രൈം ഡ്രാമയോ അങ്ങനത്തെ സിനിമയാണല്ലോ, ബാക്കി എണ്ണത്തിൽ കുറവാണല്ലോ വരുന്നത്. ഇങ്ങനത്തെ ഇപ്പൊ പേഴ്സണലി ഇങ്ങനെയുള്ള സിനിമകൾ എൻജോയ് ചെയ്യുന്ന, അല്ലെങ്കിൽ അത് ഷൂട്ട് ചെയ്യുമ്പോഴും അഭിനയിക്കുമ്പോഴൊക്കെ അതെല്ലാം ഒരു ഭയങ്കര ഹാപ്പിനെസ് കിട്ടുന്ന ഒരു പരിപാടിയാണ്. അല്ലല്ല, ഞാൻ ഹ്യൂമർ ആണെങ്കിൽ ഹ്യൂമർ ഡിഫോൾട്ടാണ് എൻ്റെ. അത് ചെയ്യാൻ പ്രോപ്പറായിട്ട് അറിയാവുന്നത് ഹ്യൂമറാണ്. അതെനിക്ക്, ഞാൻ ആസ് എ ഡയറക്ടർ എനിക്ക് എല്ലാ ജോണേഴ്സും ചെയ്യണമെന്നുണ്ട്, പക്ഷെ എൻ്റെ ലെയർ ഹ്യൂമർ ഉണ്ടാവും. ഈവൻ ക്രൈം ചെയ്ത് കഴിഞ്ഞാലും ക്രൈം കോമഡി ആയിരിക്കും. അപ്പോൾ ത്രില്ലർ അതിൻ്റെ ഇടയിൽ ഒറ്റൊരിത് മിക്കവാറും ഞാനിപ്പോൾ എന്ത് എഴുതിയാലും അതിൽ ഒരു ലാസ്റ്റ് ഒരു ഡാർക്ക് അല്ലെങ്കിൽ കോമഡിയുടെ ഒരു പരിപാടി കയറും അതിൽ. അപ്പം ഡിഫോൾട്ട് പരിപാടി അതാണ്. പിന്നെ ട്രൈ ചെയ്യാന്നൊക്കെ ചെയ്യണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ പിന്നെ ഈ മുമ്പ് ഈ ഞണ്ടുകളുടെ സമയത്ത് ട്രാൻസിഷൻ എന്ന് പറഞ്ഞിട്ട് ഷോർട്ട് ഫിലിം ഉണ്ടല്ലോ, അത് ഭയങ്കര കട്ട സീരിയസ്, അതിന്റെ ഡയലോഗ്സ് തന്നെ പകുതി ഇംഗ്ലീഷ്. അത് അന്ന് തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഈ ബഡ്ഡിങ് ഫിലിം മേക്കർ എന്നൊക്കെ പറയുമ്പോൾ വേറെ എന്തൊക്കെയോ ആണല്ലോ നമ്മൾ യൂഷ്വലി കാണുന്നത്, മറ്റേ പുറത്തെ ഫിലിംസും ഇതൊക്കെയാണല്ലോ. അപ്പം നമ്മൾ ഇതാണോ, പിന്നീട് നമ്മൾ മാർക്കറ്റ് എന്താണെന്നറിയും, ഇറങ്ങി ചെല്ലുമ്പോൾ എന്താണ് ബിസിനസ് പരിപാടി എന്താണെന്നറിയും. മറ്റേതൊക്കെ പേഴ്സണൽ സിനിമകൾ എനിക്കിങ്ങനെ ഇൻഡി കുറച്ച് സീരിയസ് ആയിട്ടുള്ള അതൊക്കെ ഇതാക്കുള്ള കുഴപ്പമൊന്നുമില്ല, അങ്ങനത്തെ കഥകൾ ചെയ്യും. പക്ഷേ ഇത്
നമ്മുടെ ചെയ്യുന്ന ഒരു പടത്തിൻ്റെ ഇതാണല്ലോ അടുത്ത പടം ചെയ്യണമെങ്കിൽ ഈ പടം ഹിറ്റ് ആവണമല്ലോ, അല്ലെങ്കിൽ റവന്യൂ ജനറേറ്റ് ചെയ്തിട്ട് അയാൾക്കൊരു 10 രൂപയെങ്കിലും ലാഭം കിട്ടണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഷോർട്ട് ഫിലിം കാണുന്നത് മീഡിയ വണ്ണിന്റെ യൂട്യൂബിൽ കോമ്പറ്റീഷനിലാണല്ലോ. അന്ന് അൽത്താഫ് അതിനെ കുറിച്ചുള്ള ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാൻ, സഞ്ജു അങ്ങനെ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് പറയുന്നുണ്ട് ഇതിന് വേറൊരു സ്റ്റോറി ഉണ്ട്, ഇത് ആക്ച്വലി ഇങ്ങനെയല്ല അല്ലെ, അവസാന നിമിഷം അല്ല. അതെന്താന്ന് വെച്ചാൽ നമ്മൾ എടുക്കാനിരുന്ന എൻ്റെ അങ്കിളായിരുന്നു കാശ് തന്നത്. അപ്പൊ അന്നെന്തോ അല്ലല്ല അങ്കിളായിരുന്നു. അപ്പൊ പുള്ളിയുടെ പേരും സലീം. അപ്പൊ 50,000 രൂപ അങ്ങനെ എന്തോ തന്നെയെന്ന് എൻ്റെ ഓർമ്മ. അപ്പോൾ നമ്മൾ വേറെ കഥയായിരുന്നു, പ്രോപ്പർ ഒരു കഥയായിരുന്നു. അപ്പോൾ ഈ നമ്മൾ ഷൂട്ട് ചെയ്യണ അതെല്ലാം മറ്റേ നുള്ളിപ്പറക്കി ഇവരുടെ കാലൊക്കെ പിടിച്ച ലൊക്കേഷൻ. അങ്ങനെ രാവിലെ തന്നെ മഴ തുടങ്ങി, പെരുമഴ. അതുവരെ മഴ ഉണ്ടായില്ല, അങ്ങനെ മൊത്തം പൊളിഞ്ഞ്. അപ്പോൾ ആ നിന്നുപോയി, ബാക്കി കാശിന് തീർക്കാൻ പറ്റില്ല. അപ്പോൾ വേറെ എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ പറ്റിച്ചെന്നുള്ള രീതിയിലാവുമല്ലോ കാശ് വാങ്ങിയിട്ട്. അപ്പം അങ്ങനെ പെട്ടെന്ന് ചെയ്തൊരു പരിപാടിയാണ്. ഇൻറ്റൻഷ്യലി അതിനു വേണ്ടി ചെയ്യാൻ വേണ്ടി ചെയ്തതല്ല അത്. ഈ ഞാൻ ഹ്യൂമറിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് വീണ്ടും ചോദിക്കുകയാണ്, ഇപ്പൊ ഇപ്പം ഒരു ഹ്യൂമർ ഷൂട്ട് ചെയ്യുന്ന ഒരു ഫിലിം മേക്കറും ഹ്യൂമർ ആക്ട് ചെയ്യുന്ന ഒരു ആക്ടറും തമ്മിൽ എന്തായാലും വ്യത്യാസം ഉണ്ടാവുമല്ലോ. അത് പെർഫോം ചെയ്യണമല്ലോ, നമ്മൾക്ക് ചിരി വരണം, കാണുന്നവർക്ക് ചിരിക്കണം, അത് സ്റ്റേജ് ചെയ്യണം, ടൈമിംഗ് ഒക്കെ പ്രധാനമാണല്ലോ. ഇപ്പോൾ എനിക്ക് പാച്ചു ഇപ്പം അന്താങ്ങിനി വരാൻ പോവാണ്, പാച്ചു കണ്ടപ്പോഴും തോന്നിക്കുന്നത് പാച്ചു അസാധാരണ ടൈമിംഗ് ആണ്. ഇപ്പോൾ ഫഹദിന്റെ ക്യാരക്ടറുമായിട്ട് ഒരു കോമ്പിനേഷൻ തന്നെയാണ് ത്രൂ ഔട്ട് വർക്കാവുന്നത്. അത് ഈ മരുന്ന് കടയിലാണെങ്കിലും റിയാക്ഷൻ ആണെങ്കിലും ഹിന്ദി പറയുന്നതാണെങ്കിലും അതിലൊരു എന്താ പറയുക ഒരു ഇംപ്രവൈസേഷനും ഉണ്ട്, പക്ഷെ ഭയങ്കര ടൈമിങ്ങിലാണല്ലോ ഇത് നടക്കുന്നത്. അപ്പൊ ആക്ടിങ്ങിൽ ആ തരം കോൺഫിഡൻസ് ഒക്കെ വന്ന ആളാണ്. ഇല്ല, ഹ്യൂമർ ഏരിയയിൽ കുഴപ്പമില്ല. പിന്നെ റിഹേഴ്സൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ആദ്യം ഒന്ന് റിഹേഴ്സൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പരിപാടി കിട്ടും. പക്ഷേ ഒരു 10 റിഹേഴ്സലൊന്നും പോയാൽ ചിലപ്പോൾ ആകെ കുളവും. ഒരു 1-2 കോ ആക്ടേഴ്സ് 2 പേരും എങ്ങനെയാണ് പരിപാടി ചെയ്യുന്നതെന്ന് ഒരു 2 റിഹേഴ്സൽ കറക്റ്റാണ്. പിന്നെ നേരെ ആ ഫുൾ എനർജിയിൽ ടേക്കിലോട്ട് കയറി ഡയലോഗ് തെറ്റിക്കാതെ പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഹ്യൂമർ ഏരിയയിൽ കറക്റ്റായിട്ട് ലാൻഡ് ചെയ്തോളും. ഈ അൽത്താഫ് ഇപ്പം ഷോർട്ട് ഫിലിം ചെയ്യുന്നതും ഫിലിം ചെയ്യുന്നതൊക്കെ ഒരു ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ ഒരു ബ്രാൻഡിങ്ങും കയ്യടിയും. അത് അൽത്താഫ് ഡയറക്റ്റഡ് ബൈ അൽത്താഫ് എന്ന് പറഞ്ഞിട്ട് സ്ക്രീനിൽ കാണുന്ന ഒരു പടത്തിന് കയ്യടി കിട്ടാനാണ് കഴിക്കുന്നത്. അങ്ങനെ തന്നെ ഒരു കയ്യടി ഇപ്പം ഞണ്ടുകൾ പോലത്തെ ഒരു സിനിമ കേൾക്കുമ്പോഴും അൽത്താഫ് സ്ക്രീനിൽ വരുമ്പോൾ, അല്ലെങ്കിൽ അൽത്താഫ് ഒരു ഇപ്പം പാച്ചൂലാണെങ്കിലും ഒരു കയ്യടി ഡയലോഗൊക്കെ പറയുന്ന സമയത്ത്, കൗണ്ടർ പറയുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ആർത്തിരമ്പുന്ന കയ്യടിക്കുന്ന ഒരു ഓഡിയൻസിനെ കൂടി കാണാണല്ലോ. നമ്മളുടെ പെർഫോമർക്ക് കിട്ടുന്ന കയ്യടി നമ്മുടെ കൗണ്ടറിന് ഡയലോഗ്സിന് കിട്ടുന്ന ഒരു കയ്യടിയൊക്കെ കാണാണല്ലോ. അത് ഭയങ്കരമായിട്ട് വേറെ ഹൈ കിട്ടുന്ന സംഗതിയാണ്. ഞാൻ ആക്ച്വലി പ്രേമലുമാണ് ആദ്യമായിട്ട് ഞാൻ പ്രേമലുമാണ് തിയേറ്ററിൽ പോയി ഞാൻ കണ്ടേക്കണത്. എനിക്ക് തിയേറ്ററിൽ പോയി കണ്ടിരിക്കാൻ പറ്റില്ല പെർഫോമൻസ്. ഞാൻ യൂഷ്വലി പോകാറില്ല. ബാക്കി പേഴ്സണലി ഇരുന്ന് കാണും ടി വിയിൽ പെർഫോമൻസ്. എനിക്ക് ഓഡിയൻസിൻ്റെ കൂടെ ഇരിക്കാൻ ഭയങ്കര അൺകംഫർട്ടബിളാണ്. പിന്നെ ഞാൻ കുറച്ച് ഇൻട്രോവേർട്ട് സ്വഭാവമുള്ള കാരണം ആള് കൂടുന്ന സ്ഥലത്ത് ഞാൻ അധികം പോകാറില്ല. ഈ പ്രേമലുവിലാണെങ്കിലും ഈ കല്യാണത്തിന് വിളിച്ചിട്ട് വന്നു കഴിഞ്ഞിട്ടുള്ള റിയാക്ഷൻ ഒക്കെ എനിക്കൊന്ന് തിയേറ്ററിൽ പിന്നത്തെ ഡയലോഗ് കേൾക്കാൻ പറ്റാത്ത വിധത്തില് ഇപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ളത് അൽത്താഫ് എന്ന് വെച്ചാൽ ഗ്യാരണ്ടീഡ്, അതായത് അൽത്താഫ് ഫ്രെയിമിൽ വന്നാൽ ചിരി വരുന്നു എന്നുള്ള രീതിയിലായിട്ടുണ്ട് പ്രേമലുവിന്റെ ഇത് വന്ന സമയത്ത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഉറങ്ങുന്ന കാര്യം വന്നപ്പോൾ കൗണ്ടർ, അതായത് അവിടെ നസ്ലനുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ പുറത്ത് നമുക്ക് ഇയാളുടെ പാസ്റ്റ് കൂടി വർക്കാവുന്ന രീതിയിൽ ഇയാൾ ഇങ്ങനെ ഒരു അലമ്പനാണ് എന്നുള്ളതോ, പിന്നെ ഈ കല്യാണത്തിന്റെ കാര്യം ഇവര് പിന്നെ വിളിച്ചുന്നേ ഉള്ളൂ വരണ്ട, അതൊക്കെ ഞാൻ പറഞ്ഞതൊരു ഓൺ ദ സ്പോട്ട് വർക്കായി എടുക്കുന്ന സാധനമാണോ അല്ലെങ്കിൽ സ്ക്രിപ്റ്റിലുള്ളതാണ്? ഏറെക്കുറെ പ്രേമലുവിന്റെ കാര്യത്തിലുള്ളത് ഏറെക്കുറെ സ്ക്രിപ്റ്റിലുള്ളത് തന്നെയാണ്. പിന്നെ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ലൈൻസ് ചിലപ്പോൾ അവസാനം പറയേണ്ട ആദ്യം പറയും. അങ്ങനെ നമ്മുടെ കംഫർട്ടബിൾ ഇതനുസരിച്ച് അത് ഗിരീഷും അതിന് ഭയങ്കര കംഫർട്ടബിളാണ്. നമുക്ക് എന്ത് പറയാമെന്നല്ല, ഗിരീഷ് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ആ സെയിം സാധനം തന്നെയായിരിക്കും പറയണത്. പക്ഷെ നമ്മുടെ ഫ്ലെക്സിബിലിറ്റിക്ക് അനുസരിച്ച് നമുക്കത് ഇംപ്രവൈസ് ചെയ്യുക അല്ലെങ്കിൽ പ്രസൻറ്റ് ചെയ്യുക ചെയ്യാം. ഇപ്പം റിഹേഴ്സലൊക്കെ ഉണ്ടെങ്കിലും കൗണ്ടർ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സാധനം അത് സീനിൽ വർക്കായി എന്നൊക്കെ എങ്ങനെയാ ശരിക്കും നിങ്ങൾ അപ്പം മനസ്സിലാക്കുക? കാരണം വെച്ചാൽ കാണുന്ന സമയത്ത് അത് വർക്ക് ആവുന്നുണ്ട്, പക്ഷെ അതിന് മുമ്പ് ഇതിപ്പോ അതിലൊരു അവിടെ ഒരു ട്രയൽ ആൻഡ് എറർ ഒക്കെ ഉണ്ടാവോ? അത് വർക്കായില്ല, നമുക്ക് അറിയാൻ പറ്റും മനസ്സിലേക്ക് അത് പോയി കയ്യിൽ നിന്ന് പോയി നമുക്ക് അപ്പം അറിയാൻ പറ്റും. അത് ഏത് ആക്ടറിനും അറിയാൻ പറ്റും ചെയ്യുമ്പോ കയ്യിൽ നിന്ന്. അത് റിയാക്ഷനിൽ നിന്നാണോ അതോ നമ്മൾ തന്നെ മനസ്സിലാക്കുന്നത്? നമുക്ക് തന്നെ മനസ്സിലാവും. നമുക്ക് നമ്മളെ പറ്റിക്കാൻ പറ്റില്ലല്ലോ. കറക്റ്റ് നമ്മുടെ ഇത് ലാൻഡ് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് അപ്പം അറിയാൻ പറ്റും. മീൻസ് ഇതിൻ്റെ എത്രത്തോളം ചിരി ജനറേറ്റ് ചെയ്യുന്നുള്ളത് നമുക്ക് പിന്നീട് അറിയാൻ പറ്റുള്ളൂ ഓഡിയൻസിൻ്റെ കൂടെ കാണുമ്പോൾ. പെർഫോം ചെയ്യണ സമയത്ത് ആക്ച്വലി നമുക്ക് അറിയാൻ പറ്റും ആ ഫ്ലോ ഉണ്ടോ ഇല്ലേ, എവിടെയെങ്കിലും അടിച്ച് നിൽക്കണ്ടോ. ഈവൻ ചില സമയത്ത് നമുക്ക് തോന്നും, അപ്പോൾ ഡയറക്ടർ ഓക്കെ പറയും,
പണ്ടൊക്കെ ഞാൻ ഈ ആക്സിഡൻ്റൽ ആക്ടറായിരുന്നു, ശരി കഴിഞ്ഞല്ലോ പോകാമെന്ന് പറഞ്ഞ് പോയിരുന്നു. ഇപ്പം ഞാൻ വീണ്ടും ഒരു പ്രാവശ്യം കൂടി പോകാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെ റീടേക്ക് പോകാറുണ്ട്. പിന്നെ നമ്മൾ ഈ നേരെ ചെന്നിട്ട് കോസ്റ്റ്യൂം ഇട്ട് ആക്ട് ചെയ്യണേലും ബെറ്ററാണ് ഒരു 2 ദിവസം മുമ്പ് പോയിട്ട് ഇവരെല്ലാവരുമായിട്ടൊന്ന് മിങ്കിൾ ചെയ്ത് കുറച്ച് ആ സോണിലോട്ട് കയറി. അപ്പോൾ ആ ഒരു അടുപ്പം കിട്ടും ഇവരായിട്ട്, ആർട്ടിസ്റ്റുകളായിട്ടുള്ളൊരു ചായയൊക്കെ കുടിച്ചിരുന്ന് കഴിഞ്ഞാൽ ടേക്കിന് മുമ്പ് പിന്നെ പെർഫോം ചെയ്യുമ്പോൾ ആ വൈബ് സെറ്റായിക്കോളും. അപ്പോൾ കറക്റ്റ് അങ്ങോട്ട് പോയിക്കോളും. പിന്നെ നെസ്ലനും സംഗീതം എല്ലാവരും ഇതിൻ്റെ രാജാക്കന്മാരാണല്ലോ ഈ ഹ്യൂമറിൻ്റെ പരിപാടി. അപ്പോൾ അവർക്ക് അങ്ങനത്തെ രണ്ടുപേരും കൂടി ഉള്ളപ്പോൾ നമുക്ക് ഭയങ്കര സുഖമായിരിക്കും അത് ചെയ്യാൻ. ഈ പ്രേമലു നോക്കുവാണെങ്കിൽ ഇപ്പം തമിഴ്നാട്, പിന്നെ തെലുങ്ക്, ഞാൻ ഒരു ഭാഷ കഴിഞ്ഞ് ഭയങ്കര സക്സസ് ആക്കുന്ന സാധനമാണല്ലോ. നമ്മൾ ആക്ടർ എന്നുള്ള രീതിയിൽ ആളുകൾ ഐഡന്റിഫൈ ചെയ്ത്, ഇപ്പം എനിക്കൊന്ന് പൊതുവെ ആളുകൾ പറയാണ്ട് ഹ്യൂമർ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഈ ഒരാൾക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാനോ അല്ലെങ്കിൽ പെട്ടെന്ന് ഫോട്ടോ എടുക്കാനോ ചോദിക്കുക പോലും ചെയ്യാതെ ആളുകൾ വളരെ ഏറ്റെടുക്കുന്ന പോലെയാണല്ലോ വരിക. ഭയങ്കരമായിട്ട് ചിരിപ്പിക്കുന്ന ഒരാളോട് വല്ലാത്തൊരു അടുപ്പം കാണിക്കുമല്ലോ. അങ്ങനെ ഈ പറയുന്ന തിയേറ്ററിൽ പോകുന്നില്ലെങ്കിലും പുറത്ത് ക്രൗഡിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ കൂടുതൽ പേര് ഇപ്പൊ പ്രേമം മുതൽ അതെന്തായാലും ഉണ്ടാവും. പ്രേമത്തിൽ അത് ചെറിയ ക്യാരക്ടർ ആണെങ്കിലും പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്ത ക്യാരക്ടർ ആയിരുന്നല്ലോ. പക്ഷെ ഈ പ്രേമല് വരുന്ന സമയത്ത് ആക്ടർ എന്നുള്ള രീതിയിൽ നമ്മൾ ആളുകൾ വരുന്നു, പൊതിയുന്നു, അങ്ങനെ സ്നേഹം കാണിക്കുന്നു. അതൊരു ആളുകൾ വരാറുണ്ട്. അവര് നമ്മൾ നോർമൽ ഒരു ആക്ടറെ കുറച്ചും കൂടി നമ്മുടെ വീടിന്റെ അപ്പുറത്തുള്ള വഴി എന്നുള്ള രീതിയിലായിരിക്കും അവർ വന്നത്. എവിടെ പോണ് എന്നുള്ള രീതിയിൽ നമ്മളിൽ തന്നെ ഒരു ഹ്യൂമർ വർക്ക് ചെയ്യാൻ അവരുടെ വിചാരം നമ്മളപ്പോഴും ആ ഇതിൽ തന്നെ ആ സോണിൽ തന്നെ ഇരിക്കണം എന്നുള്ള രീതിയിലാണ് വന്നത്. നമ്മളങ്ങനെ തന്നെ അവരെ ട്രീറ്റ് ചെയ്താൽ മതി. വളരെ മാന്യമായിട്ട് തന്നെ ഇത് ചെയ്യും. അവർക്കൊന്നും അറിയില്ലല്ലോ. അവർ ഭയങ്കര ഇന്നസെൻ്റായിട്ട് വന്നിട്ട് ചിലവർ കുറച്ച് പെട്ടെന്ന് വന്നിട്ട് കെട്ടിയൊക്കെ പിടിച്ച് പൊക്കി എടുത്തിട്ട് അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളങ്ങനെ എടുത്താൽ മതി, കൊണ്ടുപോയാൽ മതി. ഇപ്പൊ മന്ദാകിനിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്ന പോസ്റ്ററിലാണെങ്കിൽ ഇപ്പൊ ഞാൻ വടക്കുനോക്കി യന്ത്രത്തിന്റെ റെഫറൻസ് പറഞ്ഞുകൊണ്ടാണ്. വടക്കുനോക്കി യന്ത്രം നമ്മുടെയൊക്കെ ഒരു എല്ലാ കാലത്തേക്കുള്ളൊരു എവർഗ്രീൻ എന്നൊക്കെ പറയാവുന്ന രീതിയിലാണ് അതിന്റെ ഹ്യൂമർ, സീൻസ്. ഇപ്പോഴും ആളുകൾ എന്തെങ്കിലും ഒരു ട്രോൾ ജനറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇമേജസ് ഒക്കെ ആയിട്ട് വരുന്നത്. അപ്പൊ ഈ ഒരു പുതിയ കാലത്താകുമ്പോൾ എനിക്കൊന്ന് അതിന്റെ ഹ്യൂമറിൽ മാറ്റം വരും. അതിന്റെ കുറച്ചുകൂടി വിഷ്വൽ ഹ്യൂമർ, അതിൽ വലിയ വ്യത്യാസം ഉണ്ടാവുമല്ലോ. ഇതിന്റെ ഒരു സ്വഭാവം എന്താ, ഇതിന്റെ ഹ്യൂമറിന്റെ കാര്യത്തിൽ സ്വഭാവം? ഇത് വടക്കുനോക്കി യന്ത്രം കൂട്ടല്ല, ഇത് കുറച്ചും കൂടിയും സെറ്റിൽഡ് ആയിട്ട് പോണ ഒരു പരിപാടിയാണ്. ഇത് കുറച്ചും കൂടി പേസ് കുറച്ച് കൂടുതലാണ്. ഇപ്പോഴത്തെ ഒരു എല്ലാ ഓഡിയൻസിനും ഇപ്പം എങ്ങനെയാണല്ലോ ഈ തിയേറ്ററിൽ ആദ്യത്തെ 2 ദിവസം ഈ ടീനേജ് ഗ്രൂപ്പ് പിള്ളേര് വന്നത്. അപ്പം ഈ അന്ന് അങ്ങനെ അല്ലല്ലോ. അപ്പം അതിനനുസരിച്ചുള്ള മാറ്റം എല്ലാ സിനിമകൾക്കും ഉണ്ട്. ഏത് ഓഡിയൻസിനെ ഇപ്പം ടാർഗറ്റ് ചെയ്യണത് എന്നൊക്കെയാണ് ആദ്യം ചോദിച്ചിട്ടൊക്കെയാണ് നമ്മൾ സിനിമ ചെയ്യണത്. അപ്പം ഇതിൽ ഫാമിലി ആദ്യത്തെ 2 ദിവസത്തെ പിള്ളേരെയും പിന്നീട് വന്ന ഫാമിലീനെ എല്ലാ ഓഡിയൻസിനെയും ടാർഗറ്റ് ചെയ്യണ രീതിയിൽ തന്നെയാണ് നമ്മൾ സിനിമ മേക്ക് ചെയ്തേക്കുന്നത്. പേസ് ഇത്തിരി കൂടുതലാണ്. മീൻസ് കമ്പയർ ടു വടക്കുനോക്കി യന്ത്രം നമ്മൾ കുറച്ചുകൂടി ഒരു ഫൺ രീതിയിലാണ് പോണത്. ലീഡ് റോൾ എന്ന് പറയുമ്പോൾ ശരിക്കും റെസ്പോൺസിബിലിറ്റി എന്നുള്ള രീതിയിൽ തന്നെയാണല്ലോ. ഇപ്പം അത് അൽത്താഫ് വേറെ ആൾ വെച്ച് ഡയറക്റ്റ് ചെയ്യുന്ന സമയത്തും ഒരു ഷോൾഡർ ഷെയർ ചെയ്യുന്ന പോലത്തെ ഒരു സംഗതിയാണ്. അത് ഇപ്പുറത്തെ ലീഡ് റോൾ വരുന്ന സമയത്ത് ചെയർ മാറുമ്പോൾ ഒരു ഉത്തരവാദിത്തം കൂടുതൽ ഉണ്ടാവുന്ന സമയമല്ല. ഈ സിനിമ ചെയ്യാം എന്ന് ഡിസിഷൻ എടുക്കുന്നതൊക്കെ എന്തൊക്കെ കാരണം, എന്തൊക്കെയായിരുന്നു അതിൻ്റെ ഒരു ക്രൈറ്റീരിയ ശരിക്കും നോക്കി? ഇല്ല, മെയിനായിട്ട് എനിക്ക് കുറച്ച് ദിവസം അഭിനയിച്ചാൽ മതി. 20 ദിവസത്തെ പരിപാടിയുള്ളൂ. അപ്പോൾ എനിക്ക് കുറേ ദിവസം ഒന്ന് അഭിനയിക്കാനുള്ള ഒരു മെയിനായിട്ട് നമ്മൾ ഡയറക്ഷന് വേണ്ടി വന്നേയുള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ട് വന്നുള്ളൂ ആക്ടിങ്. ഒരു 6 മാസമായിട്ടുള്ളൂ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിട്ട്. ഇല്ല, എനിക്ക് തോന്നുന്നു പാച്ചും അതിന് ശേഷമാണ് ഒന്ന്. അപ്പോൾ അതിന് ശേഷമാണ് ഒരു ഇതായി പ്രേമലു. അതൊക്കെ കഴിഞ്ഞപ്പോഴും പിന്നെ ഫ്ലെക്സിബിളായി ഭയങ്കരമായിട്ട്. പിന്നെ അതുവരെയും വേണോ വേണ്ടേ, നേരെ അതിലോട്ട് ഫോക്കസ് ചെയ്യണോ എന്നൊക്കെയുള്ളൊരു പരിപാടിയായിരുന്നു. അപ്പം ഇപ്പോൾ പിന്നെ ഓക്കെ ആയിട്ട് വന്നു. പക്ഷെ അപ്പോഴേക്കും ഡയറക്ഷനിലോട്ട് കയറി. ഇനിയിപ്പോൾ വലിയ ബ്രേക്ക് ആയിരിക്കും. അപ്പോൾ അല്ല, ഇത് മെയിൻലി ഒന്ന് കഥ നോക്കി. അപ്പോൾ എൻ്റെ കയ്യിൽ നിൽക്കും, എനിക്ക് കംഫർട്ടബിൾ ആയിരിക്കും, കുഴപ്പമില്ല ചെയ്യാൻ പറ്റും. പിന്നെ ടീമും നോക്കി അവരും പ്രോപ്പറായിട്ട് നമ്മുടെ കംഫർട്ടബിളായിട്ട് കൊണ്ടുപോകും. അങ്ങനെ മൊത്തത്തിൽ ബാക്കി ആർട്ടിസ്റ്റുകളും പരിപാടികളും എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയതുകൊണ്ട് മാത്രം ഞാൻ കൈയെടുത്തതാണ്. ഈ പാച്ചുവിന്റെ കാര്യം പറയുമ്പോൾ ഈ 10 ദിവസം 20 ദിവസം അല്ലെ ചെറിയ ജേർണി അല്ലല്ലോ, ഭയങ്കര ലോങ് ജേർണി. അപ്പൊ ഡയറക്ടോറിയലിനെക്കാളും വലിയ ജേർണിയാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് അത് ഒരു നിങ്ങൾ അതിന്റെ ടീമിന്റെ ഭാഗമായവരൊക്കെ കുറച്ചുകൂടി അടുത്തടുത്ത്. ഇപ്പം അഖിൽ ഞങ്ങളുടെ ഇന്റർവ്യൂവിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞ മീൻസ് ഇന്റർവ്യൂവിന് പുറത്തൊക്കെ പറയുന്ന പേര്, പിന്നെ
അൽത്താഫിന്റെയാണ്. പിന്നീടാണെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന റൈറ്റിംഗ് കൊളാബറേഷൻ അടക്കം പലതും ആലോചിക്കുന്ന അത്ര അടുപ്പത്തിലേക്കൊക്കെ പോയിട്ടുണ്ടല്ലോ അല്ലെ? പാച്ചു അങ്ങനെ ഭയങ്കര ബ്രേക്ക് ത്രൂ ആയ സിനിമ എന്നെ അധികം എഫക്ട് ചെയ്തിട്ടില്ല. നമ്മള് വേറെ അല്ല, ഞാൻ പേഴ്സണലി ഒരു ബ്രേക്ക് വേറെ രീതിയിൽ അതെ പാച്ചു ഉണ്ടാക്കിയിട്ടുണ്ട്. കുറച്ചും കൂടി ആ രീതിയിൽ ഫഹദായിട്ട് ആക്ട് ചെയ്യുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞ ഈ ആക്ടേഴ്സ് ഇംപ്രൂവൈസേഷൻ പരിപാടി ഉണ്ടല്ലോ, അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാലും പുള്ളി ടേക്കിൽ വേറെ സാധനമായിരിക്കും. അപ്പം ഈ എവിടെയാണ് നിർത്താൻ പോണത്, എവിടെയാണ് പുള്ളിയുടെ ലൈൻ, യൂഷ്വലി റിഹേഴ്സൽ ചെയ്യുമ്പോൾ നമ്മൾ ചില ആക്ടേഴ്സിനുണ്ട് നമ്മൾ ഇങ്ങനെ പോയിട്ട് ഇവിടെ സ്റ്റോപ്പായിരിക്കും, അപ്പോൾ അവിടെ ആയിരിക്കും നമ്മുടെ റിയാക്ഷൻ വരേണ്ടത്. പുള്ളിക്ക് അങ്ങനെയൊന്നുമില്ല, പുള്ളി അപ്പോഴത്തെ ഒരു ഫ്ലോ വേറെ ആളാണെങ്കിൽ ഇത് ചിലപ്പോൾ പിടിയിട്ടില്ല. അപ്പം നമ്മൾ കുറച്ചും കൂടി ഒന്ന് ഇടയ്ക്ക് ഈ ഡയലോഗ് പറഞ്ഞിട്ട് ചിലപ്പോൾ ഒരു റിയാക്ഷനൊക്കെ ഒരു 2 സെക്കൻഡ് വേറെ പുള്ളി ഇട്ടിട്ടുണ്ടാവും, അതും റിഹേഴ്സലിൽ ഉണ്ടാവില്ല, അത് ടേക്കിൽ വരും. അപ്പം നമ്മൾ ഈ ലൈൻ്റെ ലാസ്റ്റ് മൂട്ടി ചെന്നിട്ട് മറ്റു ഡയലോഗ് പറയാൻ നിൽക്കുമ്പോഴായിരിക്കും പുള്ളി അത് വന്നത്, അപ്പം നമ്മളത് കയറി ഓവർലാപ്പ് ആവും. അപ്പം അതിൻ്റെ ഒരു പുള്ളിയായിട്ട് ചെയ്യുമ്പോൾ ഒന്ന് അലർട്ടായിട്ട് നിന്നാൽ മതി. പക്ഷെ അത് ഭയങ്കര നിങ്ങളുടെ സീൻസ് ഒക്കെ മീൻസ് കടയിലാണെങ്കിലും ഫാർമസിയിലാണെങ്കിലും പുറത്ത് ഫ്ലാറ്റിലാണെങ്കിൽ ഭയങ്കര രസമുള്ള സീൻസ് കഴിഞ്ഞാൽ അതിന്റെ ഒരു ഭയങ്കര ഒരു ചിരിയുടെ ഒരു ഭയങ്കര ഓളം ഉണ്ടാക്കിയ സാധനം. തീർച്ചയായും ഈ അത് ശരിക്കും ഒരു കംപ്ലീറ്റ് റോം കോം. അൽത്താഫിന്റെ പറയുകയാണെങ്കിൽ മുമ്പ് മലയാളത്തിൽ വന്നിട്ടില്ലാത്തതും ഫഹദ് നേരത്തെ ചെയ്തിട്ടില്ലാത്തതും പടമാണല്ലോ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത്. റോംകോം ആണല്ലോ. അപ്പൊ ഞാൻ അത് ശരിക്കും ഈ പറയുന്നത് നിങ്ങൾ ഒന്നിച്ച് അഭിനയിച്ചതൊക്കെ വേറെ രീതിയിൽ എന്തെങ്കിലും ഗുണമാവുന്നുണ്ടോ? എനിക്ക് ലൈൻസ് എഴുതാൻ നേരത്തും അതിനൊക്കെ ഭയങ്കര ഗുണം ചെയ്ത്, മീൻസ് എന്തായിരിക്കും, പിന്നെ കുറെ നാളായിട്ട് അറിയാലോ, അപ്പൊ എന്താണ് പുള്ളിയുടെ ആക്ടേഴ്സിനെ നമ്മൾ കംഫർട്ടബിൾ ആയിട്ട് കൊണ്ടുപോകണം, നമ്മൾ ഹെവി ലോഡ് കൊടുക്കാൻ പാടില്ല, അങ്ങനത്തെ പല കാര്യങ്ങളും ഉണ്ട്. നമ്മൾ അവർക്ക് ഉറക്കം കറക്റ്റായിട്ട് കൊടുക്കണം. അപ്പം ഈ പുള്ളിയുടെ ഒരു ദിനചര്യയും ബാക്കി ആസ് എൻ ആക്ടറിൻ്റെ ഒരു എന്താണ് പുള്ളിക്ക് കംഫർട്ടബിൾ, എന്താണ് ചെയ്യേണ്ടത്, എവിടെ ബ്രേക്ക് കൊടുക്കണം എന്നൊക്കെയുള്ള ആ പരിപാടി എനിക്ക് മനസ്സിലായി. അപ്പം അത് ഭയങ്കരമായിട്ട് എഴുതുമ്പോഴും ചാർട്ട് ചെയ്യുമ്പോഴൊക്കെ എനിക്കത് ഗുണം ചെയ്തിട്ടുണ്ട്. മീൻസ് എങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യമേ തന്നെ നമ്മൾ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഹെവി ലോഡ് സീനൊന്നും കൊടുക്കാതെ മാക്സിമം ഒരു ഓർഡർ ആദ്യം ക്യാരക്ടർ മനസ്സിലാക്കി പോവുകയാണെങ്കിൽ പുള്ളിക്കും ഭയങ്കര കംഫർട്ടബിളാണ്. അപ്പം അങ്ങനെയൊക്കെ തന്നെയാണ് പിടിച്ചത്. അത് ഈ അഭിനയിച്ചത് കൊണ്ട് മാത്രം കിട്ടിയൊരു പ്രിവിലേജാണ്. ഈ പാച്ചു ആണെങ്കിൽ പ്രേമലോ നോക്കുകയാണെങ്കിൽ അൽത്താഫിനെ സംബന്ധിച്ചാൽ അൽത്താഫിൻ്റെ ഒരു പിന്നെ സൗണ്ട് വേരിയേഷൻ, മോഡുലേഷൻ, അല്ലെങ്കിൽ അൽത്താഫ് അത് പ്രസന്റ് ചെയ്യുന്ന രീതി, പിന്നെ ബോഡി ലാംഗ്വേജ്, ഇതെല്ലാം ചേർത്താണ് വർക്കാവുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു വിഷ്വൽ ഹ്യൂമറിനുള്ള ട്രൈ ഉണ്ട്. ഞാൻ പറഞ്ഞൊരു ഡയലോഗോ കൗണ്ടറോ മാത്രമല്ല, ടോട്ടൽ ആ ക്യാരക്ടറിന്റെ ബോഡി ലാംഗ്വേജ്. ഇപ്പം നസ്ലുനുമായിട്ടുള്ള ഈ കോമ്പിനേഷൻ, ഈ പിന്നെ ക്ലാസ് റൂം സീക്വൻസ് ആണെങ്കിലും ഫഹദുമായിട്ടുള്ള, കാരണം വെച്ച് കഴിഞ്ഞാൽ പുള്ളി എവിടെയൊക്കെ ഒരു സുപ്രീമസി ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട്, ബോസ് പോലെ ഈ പാച്ചുവിന്റെ കാര്യത്തിൽ. ഇപ്പുറത്താണെങ്കിൽ ഈ പിള്ളേരെക്കാൾ വലിയ കളി കളിച്ചതാണ് ഞാൻ എന്നുള്ളൊരു സാധനം എപ്പോഴും ഉണ്ട്. എന്നാൽ അവരെ ഒരു ഭയങ്കര ഫണ്ണി ആയിട്ടാണ് ചെയ്യുന്നത്, ഒരു ടോർച്ചറിങ് മോഡിലല്ല ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് ഈ ക്യാരക്ടറിന്റെ പ്രസന്റേഷൻ, കൗണ്ടർ എന്നൊക്കെ നമ്മുടെ ഒരു ടോട്ടൽ ഈ പടത്തിലാണെങ്കിലും നമ്മളുടെ ഒരു ത്രൂ ഔട്ട് ജേർണി ആണല്ലോ. അതിന്റെ ഒരു ക്യാരക്ടർ ആർക്ക് കയറി, അതിന്റെ ഒരു ബോഡി ലാംഗ്വേജ്, അതിന്റെ ഫണ്ണ്, അതൊക്കെ എങ്ങനെയാണ് പ്ലാൻ ചെയ്തെടുക്കുന്നത്? അതല്ല അത് ഓൺ ടൈം വരുന്നതാണോ, അത് നേരത്തെ ആലോചിക്കുമോ? ഇല്ല, ഞാൻ നേരത്തെ ആലോചിച്ച പരിപാടി എനിക്ക് പറ്റില്ല. അത് ആ മൊമെന്റിൽ വന്ന സാധനമാണ്. എന്താണ് ലൈൻസിന്റെ പരിപാടിയൊക്കെ നമുക്കുണ്ടാവും, പിന്നെ ഈ കോ ആക്ടേഴ്സ് വരുമ്പോഴാണ് കുറച്ചുകൂടി രസമാണത്. അപ്പൊ എനിക്ക് ഇതിൽ ഇപ്പൊ ഏറ്റവും രസമായിട്ട് ചെയ്യാൻ പറ്റിയ വിനീത് തട്ടിലിന്റെ കൂടെയാണ്. ആ ഒരു അളിയൻ കെമിസ്ട്രി, പുള്ളിയും ആ സൈഡ് കിക്ക് പരിപാടി തന്നെയാണ് പുള്ളി. അതായത് അളിയനാണെന്നുള്ളൂ, ഫ്രണ്ടല്ല അളിയനാണെന്നുള്ളൂ, പക്ഷെ ഈ ഗീവ് ആൻഡ് ടേക്ക് സാധനം ഉണ്ടല്ലോ, ഈ നമ്മൾ ഒന്ന് അങ്ങോട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ഇരട്ടി ഇങ്ങോട്ട് തന്നെ ഒരു പരിപാടി ഉണ്ടല്ലോ, അത് പുള്ളി അതിൽ സ്മാർട്ടാണ് ആക്ച്വലി. അപ്പം അതുകൊണ്ട് അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിരുന്നു ആ ഒരു പരിപാടി. പുള്ളി ആക്ച്വലി ഒരു ഡെഡ് പാൻ കൈൻഡ് ഓഫ് ഹ്യൂമറാണ് പുള്ളിയുടെ. അത് പുള്ളി ഹ്യൂമർ ചെയ്യാൻ നമ്മൾ അറിയില്ല, പക്ഷെ അത് ഇപ്പുറത്ത് ഓഡിയൻസ് കാണുമ്പോൾ അത് കൗണ്ടർ വരെയും. അപ്പം അത് ആക്ച്വലി ഇതിൽ അതിൻ്റെ മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പുള്ളി ആസ് എൻ ഒത്തിരി ഡയറക്ടേഴ്സിന്റെ ഇതുണ്ടല്ലോ, അജയ് വാസുദേവ്, ജിയോ ബേബി, അല്ല ഇവരെല്ലാം ചിരിയിൽ പെട്ടിരിക്കുന്ന ആളുകളാണ്. സിനിമയുടെ കാര്യത്തിൽ ചിരിയാണോ, ഹ്യൂമറാണ് ഇവരുടെ ഒരു പേസ്? ജിയോ ചേട്ടൻ ചിരിയാണ്, ലാൽ ജോസ് സാറ്, അജയ് ഏട്ടൻ ഹ്യൂമർ പരിപാടി ചെയ്തത്, ജൂഡും ഹ്യൂമറാണ്. ലാൽ ജോസ് സാറ് മാത്രം ഈ അനാർക്കലിയുടെ അച്ഛനായിട്ടാണ്, ഹ്യൂമറല്ല, കുറച്ചുകൂടി ഡ്രാമാറ്റിക് ആയിട്ടുള്ള പെർഫോമൻസ് ആണ്. ബാക്കി 3 പേരും എനിക്കൊന്ന് ഹ്യൂമർ പരിപാടി തന്നെ ചെയ്തേക്കുന്നത്.
രണ്ട് ക്യാരക്ടർ ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പം ഞാൻ പറയാണ് ഇപ്പം ശ്രീനിവാസന്റെ പടക്ക് നോക്കുവാണെങ്കിലും ശ്രീനിയേട്ടന്റെ ക്യാരക്ടറിനെ കംപ്ലീറ്റ് ഹ്യൂമറിൽ പ്ലേസ് ചെയ്യും. ചിലപ്പോൾ അതിൽ പിന്നെ ഹീറോയിനൊക്കെ ആയിട്ടുള്ള ആളുകൾ കുറച്ചുകൂടി അവരവരുടെ ഒരു സീരിയസ് മോഡലായിരിക്കുമല്ലേ ചിലപ്പോൾ പോകുന്നത്. ഒരു സെൽഫ് ട്രോളൊക്കെ മോഡലിലൊരു ക്യാരക്ടർ ആയിരിക്കുമല്ലോ. ഇത് അനാർക്കലിയും അൽത്താഫായിട്ടുള്ള ഇതിന്റെ ഒരു കോമ്പിനേഷനും സ്റ്റോറി ട്രാക്ക് ഒക്കെ എങ്ങനെയാണ്? കഥ മൊത്തമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ ഈ പെട്ടെന്ന് ഒരു കല്യാണം ഉറപ്പിക്കുന്നതും ഭയങ്കര ഓർക്കാപ്പുറത്താണ് ഈ കല്യാണം നടക്കണത്. അപ്പം അങ്ങനെ ഇയാളൊട്ടും കംഫർട്ടബിൾ അല്ല, പക്ഷേ പുള്ളിക്കാരത്തി വലിയ പ്രശ്നമൊന്നുമില്ല, കുറച്ചുകൂടി കംഫർട്ടബിളാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തതിൻ്റെ ഒരു ഇതുണ്ടല്ലോ, എങ്ങനെയിരിക്കണം ഇനി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നറിയാത്തതിൻ്റെ ആദ്യം പരിപാടികളൊക്കെ കൗതുകവും ഇതൊക്കെ ഫണ്ണായിട്ട് ജനറേറ്റായി വന്നിട്ടുണ്ട് സീൻസിൽ. കാരണം ഇത് ഒരു നൈറ്റ് മീൻസ് ഒരു രാവിലെ തുടങ്ങി പിറ്റേ ദിവസം തീർന്ന പരിപാടിയാണ് കഥ. അപ്പോൾ ആ ജേണിയാണ് ഉള്ളൂ, അല്ലാതെ ഒരു ഹോൾ ഒരു 8 മാസത്തെ ഒരു ദാമ്പത്യത്തിന്റെ കഥയോ അങ്ങനെയൊന്നുമല്ല. ഒരു 2 ദിവസത്തിന്റെ ഒരു ടോട്ടൽ 2 ദിവസത്തെ കഥ, 1.5 ദിവസം അങ്ങനെ എന്തോ ഉള്ളൊരു കഥയാണ്. കല്യാണത്തിന് തുടങ്ങി പിറ്റേ ദിവസം വെളുപ്പിന് തീർന്ന് കലാശക്കൊട്ടെന്നുള്ള രീതിയിൽ ക്ലൈമാക്സിലോട്ട് എത്തി, പിന്നെ ഒരു ടെയിൽ എൻഡ് പോലെ അങ്ങനെ വന്നൊരു പരിപാടിയാണ്. എൻ്റെ ഇടയിൽ ചെറിയൊരു ഫ്ലാഷ് ബാക്കും പരിപാടികളൊക്കെ പോകുന്നുണ്ട്. അത്രേ ഉള്ളൂ ഈ ട്രാവൽ. പക്ഷേ അതിൻ്റെ അകത്ത് സിറ്റുവേഷൻസാണ് ആക്ച്വലി ഫണ്ണാക്കണത്. എൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു ഗ്രാഫൊന്നുമില്ല ആക്ച്വലി. ആ സിറ്റുവേഷൻസാണ് മെയിനായിട്ട് ഹ്യൂമറായിട്ട്. ഇപ്പം ഞാൻ പേരിൽ ഇതെന്നുള്ളൂ, എല്ലാവർക്കും ഇമ്പോർട്ടൻസ് ഉണ്ട് പടത്തിൽ. അപ്പോൾ ഒരു ഗ്രൂപ്പ്, മിക്കതും ഗ്രൂപ്പ് ഷോട്ട്സാണ്. മീൻസ് കാരണം ഇത്രയും കല്യാണ വീടും അതിൻ്റെ രാത്രിയും ചേച്ചിമാരും അയൽവക്കക്കാരും അങ്ങനത്തെ ബാക്കി അളിയൻ്റെ ഭാര്യ, പെങ്ങള്, അമ്മ എന്നൊക്കെ പറയുമ്പോൾ എല്ലാം ഈ നടക്കണതൊക്കെ ഗ്രൂപ്പ് ഷോട്ടിലായിരിക്കും നടക്കണത്. അപ്പം അത് കാരണം ഒരു പ്ലേ രസമായിരുന്നു. ആ സിനിമയിൽ കാണുന്ന പോലെ അങ്ങനത്തെ ഒരു ഫൺ പരിപാടിയാണ്. ഈ അൽത്താഫ് ശരിക്കും ഡയറക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സിനിമയും അഭിനയിക്കാൻ ആഗ്രഹിക്കുന്ന സിനിമയും തമ്മിൽ ഏതെങ്കിലും തരത്തിൽ വ്യത്യാസമുണ്ട് അതിന്റെ സെലക്ഷൻ? അത് തീർച്ചയായിട്ടും വ്യത്യാസമുണ്ട്. എനിക്ക് ഡയറക്റ്റ് ചെയ്യണത് എൻ്റെ പേഴ്സണലായിട്ട് ഇഷ്ടമുള്ള സിനിമകൾ ആണ് ഞാൻ ഡയറക്റ്റ് ചെയ്യണത്. ഞാൻ അഭിനയിക്കുന്ന സിനിമകളും ഇതായിട്ട് ഒരു സാമ്യം ഒന്നുമില്ല. ഈ ഞണ്ടുകൾ നോക്കുകയാണെങ്കിൽ ഞണ്ടുകൾ ഇപ്പം ഒരു പോസ്റ്റ് കോവിഡ് സിനാരിയോയിൽ വേറെ രീതിയിൽ ആക്സെപ്റ്റൻസ് സാധ്യതയുള്ളൊരു സിനിമയാണ്. കാരണം നമ്മളിപ്പോൾ ഒരു ട്രാജിക് അല്ലെങ്കിൽ അത്തരം സാധനത്തെ നമ്മൾ കുറച്ചുകൂടി ഫണ്ണായി ലൈറ്ററായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ സ്വീകരിക്കാൻ പറ്റുന്ന ഒരു സമയത്തല്ലായിരുന്നു ആ പടം വരുന്നത്, ഞണ്ടുകൾ വരുന്ന സമയത്ത്. പക്ഷെ ഞണ്ടുകൾ പക്ഷേ നോക്കുകയാണെങ്കിൽ ആ ഒരു ഗംഭീർ റൈറ്റിംഗ് ഉണ്ട്, ഭയങ്കര ലൈറ്ററായിട്ട് ഒരു ഏറ്റവും ചെറിയ ക്യാരക്ടർ, ഒരു പാസിംഗ് ഷോട്ടിലുള്ള ഒരു ക്യാരക്ടറിന് പോലും ഒരു ഐഡന്റിറ്റി കൊടുക്കുക എഴുതിയൊക്കെ. ഒരു ബ്രില്യൻ റൈറ്റിംഗിൽ നിന്ന് ഒരു ഫിലിം മേക്കിങ്ങിലേക്കുള്ള ഒരു സംഗതിയാണ്. അപ്പൊ അങ്ങനെ ശരിക്കും അങ്ങനെ ഒരു സിനിമ അൽത്താഫ് എങ്ങനെയാണ് ആലോചിച്ചുണ്ടാക്കുന്നത്? എങ്ങനെയാണ് അതിന്റെ ഒരു ടോട്ടൽ പ്ലാൻ ഒക്കെ ഉണ്ടാകുന്നത്? ഈ വുഡി അലൻ എന്ന് പറഞ്ഞ ഡയറക്ടർ ഞാൻ പറഞ്ഞിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തേക്കുന്നതിൽ അലക്സാണ്ടർ പെയിൻ എന്ന് പറഞ്ഞിട്ട് ഡയറക്ടർ ഉണ്ട്. അലക്സാണ്ടർ പെയിനാണ് ആക്ച്വലി ഞണ്ടിൻ്റെയൊക്കെ ഇൻസ്പിറേഷൻ അലക്സാണ്ടർ. അപ്പോൾ പുള്ളിയുടെ റൈറ്റിംഗ് അങ്ങനത്തെയാണ്, ഡെഡ് പാൻ രീതിയിലുള്ള ഹ്യൂമേഴ്സും ട്രാജഡി ആയിരിക്കും, ബട്ട് പ്രസൻറ്റിങ് വിത്തൗട്ട് പാത്തോസ്. അതാണ് സംഭവം. നമ്മൾ ഈ ട്രാജഡിന്ന് പാത്തോസ് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണ് വരുള്ളൂ, അതിൻ്റെ മീറ്റർ അതായിരിക്കും. അപ്പോൾ അതെനിക്ക് നാച്ചുറലി വന്ന മീറ്ററാണത്. അപ്പൊ അതിലാണ് ആ പടം നമ്മുടെ സൈജുവിന്റെ അതെ അങ്ങനെ തന്നെയാണ്. ഞാനപ്പോൾ സൈച്ചേട്ടനെ ഇങ്ങനെ ഹോസ്പിറ്റലിലോട്ടൊക്കെ വിട്ട്, അന്ന് സൈച്ചേട്ടൻ ഇത്രയും ബിസി അല്ലായിരുന്നു. അപ്പം അതാണ് ഞാൻ വിട്ട് ഇന്ന ഡോക്ടേഴ്സിനൊക്കെ പോയി കാണുക. അപ്പോൾ അവരുടെ മാൻഡ്രിസമൊക്കെ വെറുതെ നോക്കാന്ന് പറഞ്ഞ് ഞാൻ മീറ്റിംഗ് ഒക്കെ അറേഞ്ച്, അതിനത്രയും പ്രിപ്പറേഷൻ ആയിരുന്നു. ഇപ്പം ചെയ്യണ പടം പ്രോപ്പർ ഒരു കൊമേഴ്ഷ്യൽ റൊമാൻറ്റിക് കോമഡി അങ്ങനത്തെ തന്നെ രീതിയിലാണ് പോണത്. മറ്റത് ആ രീതിയിലുള്ള ഫിലിം ആയതുകൊണ്ട് എല്ലാവരും ഞാൻ ഒന്ന് പ്രിപ്പേർഡ് ചെയ്തിരുന്നു. ഞാൻ സൈച്ചേട്ടൻ്റെ കഥ പറയാൻ പോയപ്പോൾ ഫസ്റ്റ് കൊടുത്തത് നെബ്രാസ്കയുടെയും ഡിസെൻഡൻസിൻ്റെയും അന്നത്തെ ഞാൻ ക്രോസ് വേർഡ്സിൽ നിന്ന് വാങ്ങി, പുള്ളിയുടെ ഓഫീസിൻ്റെ ഓപ്പോസിറ്റ് ആണല്ലോ, അവിടെ നിന്ന് വാങ്ങിയിട്ട് ക്രോസ് വേർഡ്സിൽ നിന്ന് ഓൺലൈനിൽ നിന്ന് വാങ്ങിയിട്ട് അതിൻ്റെ പുള്ളി എന്തായാലും അതൊന്നും കണ്ടിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അപ്പം എന്താണ്
ഹ്യൂമർ പാറ്റേൺ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഈ സിനിമയിൽ ഉദ്ദേശിക്കുന്ന ഹ്യൂമർ നെബ്രാസ്കയും ഡിസെൻഡൻസും എടുത്തിട്ട് പുള്ളിക്ക് DVD കൊടുത്തിരുന്നു. എല്ലാവർക്കും കൊടുത്തു, നിവിന് കൊടുത്ത് എല്ലാവർക്കും കൊടുത്തിരുന്നു. ഇന്ന കൈൻഡ് ഓഫ് മൂവി ആയിരിക്കും അത്, നിങ്ങൾക്ക് പെട്ടെന്ന് വായിച്ചാൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. ലിറ്ററേച്ചർ പരിപാടി അല്ല ഇത്, നമുക്ക് വിഷ്വലി ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ മാറിക്കോളും. ചിലപ്പോ സ്വാഭാവികമായിട്ടും അമ്മയ്ക്ക് ക്യാൻസർ വരുന്നു, അപ്പം ഈ റിയാക്ഷൻസ് അവരുടെ പേഴ്സണൽ മെമ്മറി വെച്ചിട്ട് മാറ്റിയെടുത്താൽ സിനിമയുടെ ടോണിൽ വർക്കാവില്ല. ഇല്ലില്ല, അവരുടെ അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് വന്നിരുന്നു ശരിക്കും ആ സമയത്ത്? സ്വാഭാവികമായിട്ട് അവർ അതുവരെ ചെയ്ത സിനിമയുടെ അന്ന് ഞാൻ ചെയ്യുന്ന സമയത്ത് ഇത്രയും എക്സ്പോഷർ ഒന്നും ഇല്ലല്ലോ, ഈ ഡാർക്ക് ഹ്യൂമർ പരിപാടി അതൊന്നും വന്നിട്ടില്ല, ഒരു പടം വന്നിട്ടില്ല. ഇപ്പം നമ്മൾ പറയണ എത്ര 7-8 വർഷം എന്തായി, അപ്പോൾ അത് കഴിഞ്ഞിട്ടാണല്ലോ പോസ്റ്റ് കോവിഡ് ഒക്കെ ആയി കഴിഞ്ഞപ്പോഴാണ് എക്സ്പോഷർ കൂടുതലായി. OTT ആ ജോണേഴ്സിലുള്ള സാധനങ്ങൾ കണ്ട് അന്ന് നമ്മൾ നേരെയായിട്ട് സ്ട്രെയിറ്റ് ഇറക്കിയാണ്. അന്ന് ഒരാളും അങ്ങനത്തെ ഒരു ഏരിയയിലോട്ട് കടന്നിട്ടില്ല. അപ്പം അത് മനസ്സിലാവാൻ ആദ്യം ഇവർക്കൊക്കെ ഇതെങ്ങനെ ഇരിക്കും, ഇതിൻ്റെ ഇടയിൽ സെൻറ്റിമെൻറ്റ്സ് എല്ലാം ശരിക്കും വരേണ്ടത്, അതിൻ്റെ കൂടെ നമ്മൾ ഈ ലൈൻ പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവോ എന്നൊക്കെയുള്ള പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഏറ്റവും എനിക്ക് വായുകൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ അതേപോലത്തെ എന്തെങ്കിലും സിനിമകൾ ഉണ്ടെങ്കിൽ അതെടുത്തവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും, ഇങ്ങനെ ഇരിക്കൂലേ എന്നുള്ള രീതിയിൽ. അതുകൊണ്ടാണ് ഞാൻ ഈ അലക്സാണ്ടർ പെയിന്റ് ഇതൊക്കെ ഇവർക്ക് റെഫറൻസ് ആയിട്ട് കൊടുത്തത്. അത് നമുക്ക് എൻ്റെ സിനിമ തന്നെ എടുത്തിട്ട് എനിക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ, ഇങ്ങനെ. അതല്ല, എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നിയത് അതിന്റെ സൗണ്ട് ഡിസൈൻ അടിപൊളിയാണ്. അതായത് ഇപ്പം നിവിന്റെ പ്രസന്റേഷൻ ഉള്ളിടത്ത് പോലും സൗണ്ടിലാണ് പാലലി വർക്ക് ചെയ്യുന്നത്. ഒട്ടും സൗണ്ട് ഇല്ലാത്തടത്ത് ഈ ലേസിന്റെ ഇവരുടെ കമ്മ്യൂണിക്കേഷൻ തുടങ്ങി. പിന്നെ ഈ പറയുന്ന അപ്പൂപ്പൻ ക്യാരക്ടറിന്റെ, നമ്മുടെ ആന്റണി ചേട്ടൻ ചെയ്ത ക്യാരക്ടറിന്റെ ഒക്കെ ഇതിൽ സൗണ്ടിൽ ഭയങ്കര കാര്യമായിട്ട് അങ്ങനെ സൗണ്ട് സ്ക്രിപ്റ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? കാരണം ഇതുപോലത്തെ ഒരു എന്റർടൈനർ എലിമെന്റ് കൂടിയുള്ള സിനിമയിൽ ആക്ച്വലി സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടി ഹ്യൂമറസ് ആയിരുന്നു. നമ്മളതിൽ നിന്ന് ശ്രീനി സാർ ഉണ്ടായിരുന്നു പടത്തിൽ. ശ്രീനി സാറിന് ആക്ച്വലി നമ്മൾ ഡ്യൂറേഷൻ ആ സമയത്ത് എല്ലാവർക്കും ഭയങ്കര കൺസേൺ പരിപാടിയാണ്, അത് ഇന്നും കൺസേൺ ആണ്. അപ്പോൾ അത് കാരണം ആ സമയത്ത് നമുക്ക് ഫൈനൽ ഇതിൽ എന്തെങ്കിലും ഒരു പരിപാടി ലിഫ്റ്റ് ചെയ്യണം, ഡ്യൂറേഷൻ കുറക്കണം എന്നുള്ളൊരു സംഭവം വന്നിരുന്നു. അപ്പം അങ്ങനെ വന്നപ്പോൾ കുറക്കാം എന്ന് നമുക്ക് ഫ്രെയിംസ് എടുത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡ്യൂറേഷൻ കുറയില്ല, അത് വല്ല 30 സെക്കൻഡൊക്കെ പോകുള്ളൂ ഒരു. അപ്പോൾ ഏതെങ്കിലും ഒരു ഏരിയ എടുത്ത് ലിഫ്റ്റ് ചെയ്ത് കളയാന്നുള്ളൂ. അപ്പം അങ്ങനെ മനസ്സോടെയാണ് അന്ന് അതിൻ്റെ ഇതിന് ശ്രീൻ സാറിൻ്റെ പെർമിഷനോടുകൂടി ഷൂട്ട് ചെയ്ത പോർഷൻ എടുത്തൊരു ഹോൾ. ഇത് ആക്ച്വലി ഈ അമ്മയുടെ ക്യാരക്ടർ ഇവർക്ക് കോൺഫിഡൻസ് കൊടുക്കുന്നുണ്ട്. ആ കോൺഫിഡൻസ് അവർക്ക് കിട്ടുന്നത് ഹോസ്പിറ്റലിൽ കീമോന് പോകുമ്പോൾ തൊട്ടടുത്ത് ഉള്ള പേഷ്യൻ്റ് ആയിട്ടുള്ള ശ്രീനി സാറാണ് അവർക്ക് കൊടുക്കുന്നത്. ഈ പുള്ളിയാണ്, ഈ കോൺഫിഡൻസ് ആണ് ഇവര് വീട്ടിൽ കൊടുക്കുന്നത്. ആ സാധനമാണ് പോയത്. അപ്പൊ അതിന്റെ എനിക്കിപ്പോഴും ചെറിയൊരു ഇതുണ്ട് മനസ്സിൽ, ഇൻകംപ്ലീറ്റ് സാധനം ഉണ്ട്. എനിവേ ചില സമയത്ത് ബിസിനസ് പടം വർക്കാവുമ്പോ ചിലപ്പോ എല്ലാരും ഹാപ്പി, നമ്മൾ മാത്രം ഹാപ്പി ആവാതിരിക്കണ്ട. പിന്നെ ഇനി മീൻസ് ഒരു ഇൻഡി രീതി പോണ ഒരു സിനിമയാണ്. അപ്പൊ നിവിന്റെ ആദ്യത്തെ പ്രൊഡക്ഷനും കൂടിയാണ്, ഫസ്റ്റ് പ്രൊഡക്ഷനാണ്, ഇൻഡിപെൻഡന്റ് പ്രൊഡക്ഷനാണ്. അപ്പൊ പിന്നെ ഡിസ്ട്രിബ്യൂട്ടർക്കോ ആർക്കും ഒരു നമ്മൾ കാരണം നമ്മുടെ പേഴ്സണൽ ഒരു ഇഷ്ടം കാരണം ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത്. പക്ഷെ പ്രീ റിലീസ് കുറച്ചെങ്കിലും ആ സിനിമയുടെ കാര്യത്തിൽ എനിക്ക് ഇൻഡസ്ട്രി ഇൻസൈഡ് അവിശ്വാസമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കേട്ടിട്ടുണ്ടത് അത് ആ പറഞ്ഞ സിനിമയെ പൂർണ്ണമായും വിശ്വസിച്ചവർ വളരെ കുറഞ്ഞായിരുന്നു അല്ലേ? അങ്ങനെ അങ്ങനെയല്ലേ? ഞാനതൊന്നും നോക്കിയിട്ടൊന്നുമില്ല, അത് ഞാൻ ഒരു സിനിമക്ക് അങ്ങനെ നോക്കാറൊന്നുമില്ല. പക്ഷെ നമ്മൾ ഡെബ്യൂ പടമാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളല്ലേ, നമ്മൾക്ക് ഫുൾ കോൺഫിഡൻസും ഇത് ഞാൻ അവര് നോക്കുമ്പോഴും അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് മുമ്പ് അങ്ങനെ ഒരു പാറ്റേൺ പടം വന്നിട്ട് തിയേറ്ററിൽ ഓടി ഇത്ര കളക്ട് ചെയ്യുമ്പോഴായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ട് അങ്ങനത്തെ ഒരു പാറ്റേണിൽ പടം വന്നിട്ട് എൻ്റെ അറിവില് ഇല്ലെന്നാ തോന്നണത്. മീൻസ് ഈ ട്രാജിക് ഒരു ഇൻസിഡന്റിൽ നമ്മളിങ്ങനെ ഫണ്ണി രീതിയിൽ കാട്ടണ പരിപാടി. അപ്പൊ അതിന്റെ ടെൻഷൻ എല്ലാവർക്കും ഉണ്ടായിരുന്നു. പിന്നെ അത് ഞാൻ ഈ കാർ സ്റ്റാർട്ട് ചെയ്യുന്നതാണെങ്കിൽ കുറെ ഇതില് സീക്വൻസ് ഭയങ്കര കുറെ കുഞ്ഞു സീക്വൻസിന് പോലും സിനിമയുടെ എൻ്റെ ഡ്രാമയിൽ ഭയങ്കര ലൈഫ് കൊടുക്കുകയാണല്ലോ. നമ്മൾ ആ ക്യാരക്ടർ ഇപ്പൊ ലാലിന്റെ ആണെങ്കിലും ഓരോ ക്യാരക്ടറിന്റെ ഒരു പിന്നെ ട്രേറ്റ്സ് ആണെങ്കിലും അവരുടെ ടോട്ടൽ ക്യാരക്ടറിനെ നമുക്ക് പിടികിട്ടുന്നത് ഇങ്ങനെ കുട്ടി കുട്ടി മൊമെന്റ്സിലാണല്ലോ. അത് എഴുത്തിൽ അങ്ങനെ ഒരു സൂക്ഷ്മതയിൽ കൊണ്ടുവന്നതാണോ? ഇല്ല, എഴുത്തിലുണ്ട്. പിന്നെ കുറെയൊക്കെ നമ്മൾ തുടങ്ങി കഴിയുമ്പോൾ ഇങ്ങനെ വരും, കുറെ സാധനങ്ങളൊക്കെ വരും. നാച്ചുറലി ഷൂട്ട് നടക്കുന്ന അല്ലല്ല, എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ചില സംഭവങ്ങളൊക്കെ നമ്മൾ
തന്നെ വന്നതാണ്. മീൻസ് ആ സമയത്ത് ഓക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അന്നേ ലാൽ സാറിന് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് സൗണ്ടിൽ ട്രോൾ ചെയ്ത് ആ പടത്തിൽ തന്നെയാണ് തോന്നുന്നുണ്ട്. അപ്പോൾ അതിനുശേഷമുള്ള ഇപ്പോൾ മിമിക്രിയിൽ തന്നെ കയറി വന്നത്. അപ്പോൾ അതും മീൻസ് ചില സാധനങ്ങളൊക്കെ ഭയങ്കര രസമായിട്ട് നമുക്ക് വരും. ആ സമയത്ത് ആക്ടർ വന്നാൽ ആ ആക്ടറിനെ കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് റൈറ്റിംഗിൽ മാറ്റം വരുത്തുന്നുണ്ട്. എപ്പോഴും അവരെ മനസ്സിലാക്കണം, അവർ പറയണത് ശ്രദ്ധിച്ച് ചിലപ്പോൾ അവർ നല്ല സംഭവങ്ങൾ പറയും. ഇപ്പോൾ അലക്സാണ്ടർ പെയിൻ്റെ ഒക്കെ ഒരു മെത്തേഡ് എങ്ങനെയാണെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഡ്രാഫ്റ്റ് കൊടുക്കുന്നു, അവർ പഠിച്ചിട്ട് വരുന്നു, കോസ്റ്റ്യൂം ഇട്ട് വരുന്നു. വിത്തൗട്ട് ഫസ്റ്റ് 2 ടേക്സ് എപ്പോഴും ആക്ടേഴ്സിന് വിട്ടുകൊടുക്കുക. അതല്ല ഇപ്പം നമ്മൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഓക്കെ എനിക്ക് ഇതാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് അവർ ഫസ്റ്റ് ടേക്ക് പോവുകയാണെങ്കിൽ അതായിരിക്കും തന്നത്. ഇപ്പം നമ്മൾ കാണാത്ത എന്തെങ്കിലുമാണ് അവർ തന്നെയെങ്കിൽ ഫസ്റ്റ് 2 ടേക്സിൽ അതിലും ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതിലും ഗംഭീരമായിട്ട് അവർ തരും. ഇൻ കേസ് തന്നില്ലെങ്കിൽ നമുക്ക് 3rd ടേക്കോ 2nd ടേക്കോ നമുക്ക് പറയാം എനിക്കിതാണ് വേണ്ടതെന്നുള്ളത്. അപ്പോൾ രണ്ടുപേർക്കും ഒരു സംഭവം കിട്ടും. അപ്പം എനിക്കെപ്പോഴും അതാണ് ഇഷ്ടം. അവർ ഒരുപാട് ഇങ്ങനെ ബ്രീഫ് ചെയ്ത് ഇങ്ങനെ ചെയ്യേ, കൈ അങ്ങോട്ട് പോകണേ ഇങ്ങോട്ട് പോകണം, അതില്ലാതെ ലൈൻസും പരിപാടികളും മൂഡും പരിപാടിയൊക്കെ പറഞ്ഞു കൊടുക്കുക. അവർ ചെയ്തിട്ട് ഫസ്റ്റ് 2 ടേക്സിൽ പരിപാടികൾ കറക്റ്റ് അല്ലെങ്കിൽ 3rd ടേക്ക് നമുക്ക് നമ്മുടെ പരിപാടിയിലോട്ട് പോവാം. നമ്മൾ ആക്ടറിനെ വിശ്വസിക്കുന്നു, ആക്ടർ എങ്ങനെ നമ്മൾ കൊടുത്ത ക്യാരക്ടറിലേക്കും സ്റ്റോറി ബോർഡിലേക്കും ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നു. പിന്നെ അവിടെ നമ്മൾക്ക് ആഡ് ഓൺ മതി. പിന്നെ നമുക്ക് അതല്ല നമ്മുടെ ലൈൻ എന്നുണ്ടെങ്കിൽ കറക്റ്റ് ലൈനിലോട്ട് നമുക്ക് അവരെ കൊണ്ടുവരാം. ലെറ്റ് ദം ഡു ദെയർ തിങ് എന്നുള്ള രീതിയിലൊരു പരിപാടി. ഞണ്ടുകൾ ചെയ്തപ്പോൾ മുഴുവൻ ഇപ്പം ഞാൻ നോക്കുമ്പോൾ ഇപ്പം ഞണ്ടുകളുടെ ക്ലൈമാക്സിലേക്ക് വരുന്ന സമയത്ത് നിവിന്റെ റിയാക്ഷൻ വെയിറ്റിംഗ് ഉണ്ടല്ലോ. നമ്മൾ പൊതുവെ ഹ്യൂമർ സിനിമയിൽ കാണുന്നതാണ്, പക്ഷെ അവിടെ ഹ്യൂമറേ അല്ല, കാരണം അത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് സീനാണ്. അപ്പോ പക്ഷെ നിവിൻ എന്ന് പറയുന്ന ആക്ടറിന് യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം നിവിന്റെ ചിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിവിന്റെ എല്ലാ സൂപ്പർ ഹിറ്റ് സിനിമയിലും ട്രേഡ് മാർക്കാണ്. നിവിൻ ഇങ്ങനെ ചിരിച്ചു തുടങ്ങി പിന്നെ ഫുള്ളി ചിരിക്കുന്നത്. പക്ഷെ അതിനെ കുറച്ച് മാറ്റി പിടിച്ചിട്ടാണ് ആ റിയാക്ഷൻ കൊടുക്കുന്നത്. അത് വെച്ചാൽ അവിടെയുള്ള മുഴുവൻ ആളിലേക്കാണ് കൊടുക്കുന്നത്. സിനിമയുടെ എന്നോട്ടാണല്ലോ. അതൊക്കെ ശരിക്ക് എല്ലാരും കൺവിൻസ് ചെയ്തെടുക്കാൻ പറ്റുന്ന സീനൊക്കെ ആയിരുന്നു. ഇതിലൊന്ന് നിവിന് ട്രസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ ബഡ്ജറ്റും അങ്ങനെ രീതിയിലാണ്. നമ്മൾ അങ്ങനെ ഭയങ്കര ലക്ഷറിയസ് ആയിട്ടൊന്നും അല്ല ഷൂട്ട് ചെയ്തത്. നമ്മുടെ കഥക്ക് ഇന്ന ബഡ്ജറ്റിലാണെങ്കിൽ നിവിനും സേഫാണ്, എല്ലാവരും സേഫാണ്. അപ്പോൾ വിത്തിൻ ആ ബഡ്ജറ്റിൻ്റെ അകത്ത് നമ്മൾ പിന്നെ നമ്മളുടെ ഒരു ട്രസ്റ്റിലാണല്ലോ പുള്ളി ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ട്രസ്റ്റ് പുള്ളി അതിലൊന്നും ചോദ്യം ചെയ്തിട്ടില്ല. നമ്മളെന്താണോ ഉദ്ദേശിക്കുന്നത് അതങ്ങനെ തന്നെ പോട്ടെ എന്നുള്ള രീതിയിലാണ് പുള്ളി ചെയ്തത്. അല്ലല്ല, അത് പിന്നെ ആ ഓരോ പടത്തിന്റെ ടോണിൽ മുഴുവനായി കാണുമ്പോൾ അതൊരു രസമുള്ള സാധനമാണ്. നമ്മളിപ്പോ പിന്നെ കാണുമ്പോഴേക്കും അത് അങ്ങനെ തന്നെ എൻഡ് ചെയ്യണ്ടെന്ന് തോന്നുന്നു. അതെ അതൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. അതിലൊന്നും ഇൻ്റർഫിയറൻസോ ഒരു പ്രശ്നങ്ങളോ ഒന്നും വന്നിട്ടൊന്നുമില്ല. അതൊക്കെ ഫുള്ളി നമ്മൾ ചെയ്ത് മനസ്സിലെങ്ങനെ കണ്ടത് അതേപോലെ തന്നെയാണ് പിടിച്ചേക്കുന്നത്. ഇപ്പൊ ഈ ഫഹദിന്റെ പടം കൂടി വരുന്ന ഫഹദിന്റെ ഒരുപാട് സിനിമകൾ, പിന്നെ ഞാൻ ഫഹദ് എന്ത് ചെയ്താലും ഒരു അപ്രീസിയേഷൻ കിട്ടുന്ന, ഇപ്പം അത് പുഷ്പയാണെങ്കിലും പിന്നെ ഇത് തമിഴിലാണെങ്കിലും ഓരോ മാമന്നനാണെങ്കിലും ഫഹദിന്റെ ഒരു നെക്സ്റ്റ് ലെവൽ പെർഫോമൻസ് ആണ്, ഇന്റൻസ് പെർഫോമൻസ് ആണെന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അപ്പം അവിടെ ഫഹദിനൊരു അൽത്താഫ് കൺസീവ് ചെയ്ത അൽത്താഫിന്റെ ഒരു ആർക്കിലുള്ള ഒരു ക്യാരക്ടറെ കൊണ്ടുപോകണം. അതൊരു റോംകോം ആണ്. അഗെയിൻ വുഡി അലൻ കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഫിലോസഫിക്കൽ കൊമേഡി എന്നൊക്കെ പറയുന്ന അതിന്റെ ഒരു അപ്പോസ്തലൻ എന്നൊക്കെ പറയുന്ന ഒരാള് മാസ്റ്റർ റിച്ചാർഡ് കർട്ടിസ് എന്ന് പറഞ്ഞിട്ടൊരു ഡയറക്ടർ ഉണ്ടല്ലോ, റൈറ്റർ റൊമാൻറ്റിക് കോമഡിയുടെ. വുഡി അലനിലല്ല നിൽക്കുന്നത് അല്ല, ഇത് റിച്ചാർഡ് കർട്ടിസിന്റെ ഒരു ടെറൈനാണ്. പുള്ളീനെ കുറച്ചും കൂടി റിസർച്ച് ചെയ്തിട്ടൊക്കെ പ്രോപ്പർ ബോയ് മീറ്റ്സ് ഗേൾ ആ പരിപാടി തന്നെ പോയേക്കണ പരിപാടിയാണ്. അങ്ങനത്തെ ഒരു അപ്പോഴും ഞാൻ പറഞ്ഞ ആക്ടറിനുള്ളിൽ നെവർ ബിഫോർ ഫീൽ ഫഹദിന്റെ അടുത്ത് കൊണ്ടുവരിക എന്നുള്ളൊരു ടാസ്ക് ഇല്ലേ? അത് കൺവിൻസ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലല്ല, ക്യാരക്ടർ നമ്മൾ ഇത് നേരത്തെ ഫഹദ് ഇതുപോലെ പെർഫോം ചെയ്തിട്ടില്ല. നമ്മളെപ്പോഴും പലരും ചെയ്യാൻ സാധ്യതയുള്ളത് ഏറ്റവും വർക്കായ, ഇപ്പൊ മോഹൻലാൽ ആണെങ്കിലും മമ്മൂട്ടി ആണെങ്കിലും ഫഹദ് ആണെങ്കിലും ദുൽഖറിന്റെ ഒക്കെ ക്യാരക്ടർ വരുമ്പോൾ ഇവരുടെ ഏറ്റവും വർക്കാവുന്ന പോർഷൻസ് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു സാധനം പൊതുവേ വരുമല്ലോ. അത് തിയേറ്ററിൽ ഷുവർ ഹിറ്റ് ആയിരുന്നു. ഇതിൽ അങ്ങനെ ഒരു പൊളിച്ച് ചെയ്യാന്നുള്ളതാണ്. പീസ് ഓഫ് കേക്ക് പരിപാടിയായിരിക്കും. സിമ്പിളായിട്ട് ഹ്യൂമറും ആ പരിപാടി വന്നത്, ഹ്യൂമറും റൊമാൻസ് പരിപാടിയാണ്. അത് ആക്ച്വലി എനിക്കറിയാവുന്ന ഞാൻ കണ്ടേക്കണ ആക്ടർ ഉണ്ടല്ലോ പെർഫോം ചെയ്യണ, ആ ആക്ടർ ആ ഫഹദിന് ഈസി ആയിട്ട് പുള്ള് ചെയ്യാൻ പറ്റും. ഫെർട്ട്ലെസ് ആയിരിക്കും.
അത് പൊളിക്കും. ഈ മന്ദാകിനിയിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ ഇതൊരു ഭയങ്കര ഒരു ഞാൻ പറഞ്ഞു ഇത്രയും ആക്ടേഴ്സ് വരുന്നു, ഇതിന്റെ ഹ്യൂമർ സംഗതി വരുന്നു. നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പം ജയഹയാണ്, ജയഹേ പോലത്തെ സിനിമ, രോമാഞ്ചം പോലത്തെ അങ്ങനെ പല സിനിമകളും ഈ പറയുന്ന തിയേറ്ററിൽ ഭയങ്കര ഹ്യൂമർ സക്സസ് ആക്കിയിട്ടുള്ള സിനിമ. ഇപ്പൊ പ്രേമലും ഉണ്ട്. ഞാൻ ഇപ്പം ഈ ഒരു യങ് ക്രൗഡിനെ കണക്ട് ചെയ്ത സിനിമകളാണ് പറയുന്നത്. മന്ദാകിനിയെ സംബന്ധിച്ചോളം നേരത്തെ പറഞ്ഞ പോലെ ഏതുതരം ഓഡിയൻസിലേക്കാണ് മന്ദാകിനി വരുന്നത്? മന്ദാകിനി ആക്ച്വലി ഒരു ജനറൽ ഓഡിയൻസിന് തന്നെയാണ്. അത് ടീനേജ് അങ്ങനത്തെ ആ ഒരു ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഹോൾ ചെറിയ കുട്ടികൾ തുടങ്ങി ആ റേഞ്ച് വരെയുള്ള റിട്ടയർഡ് ആയിട്ടുള്ള ആളുകൾക്ക് വരെയും കാണാൻ പറ്റുന്ന, കാരണം എല്ലാവരെയും റെപ്രസെൻ്റ് ചെയ്യണ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പം അത് കാരണം ഹോൾ ആ ഗ്രൂപ്പിനെയാണ് ടാർഗറ്റ് ചെയ്തേക്കുന്നത്. അങ്ങനെ തന്നെ, അല്ലാതെ ഇന്നൊരു കോളേജ് ഗോയിങ് കുട്ടികൾക്ക് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി മാത്രമുള്ള സിനിമ അങ്ങനെ ഇല്ല. മൊത്തത്തിൽ എല്ലാവരും കാണുക, ഫാമിലി മൂവിയാണ് ആക്ച്വലി. മന്ദാകിനി ഗംഭീരാവട്ടെ, അടുത്ത ഡയറക്ടോറിയൽ ഇതും അടിപൊളിയാവട്ടെ. ശരി, താങ്ക് യു സോ മച്ച്.